ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മണിക്ക് കുളിക്കുകയാണ്. കുളിച്ചിട്ട് നമ്മൾ ഒന്നൊന്ന് ജസ്റ്റ് കയറി നമ്മൾ ആലുവ കാര്യമായിട്ട് പിടിച്ച് ഉറക്കം കുളി. ഇത്രയും നല്ല വിശാലമായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലം അറിയുക ഈ ആലുവ മണപ്പുറ. എല്ലാത്തിനും സൗകര്യമുണ്ട്, പക്ഷെ ഭക്ഷണത്തിനുള്ള സൗകര്യം ഇപ്പം അല്ല കേട്ടോ. അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, കടന്നുറങ്ങുക ബാത്റൂം അതിന് പറ്റൂ. ഞാൻ കുളിക്ക്. തണുപ്പ് എങ്ങനെയുണ്ട്? ഇല്ലല്ലോ, ചൂടുവെള്ളല്ലേ? ചൂടല്ലേ? ഒഴുക്കുണ്ടേ, നോക്കണേ. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി മഹാദേവൻ ഒന്ന് തൊഴുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടുന്നില്ല കുളിച്ചിട്ടും? അപ്പം ഞങ്ങൾ പമ്പയിൽ നിന്ന് മാത്രമേ പുതിയ ഡ്രസ്സ് അല്ല വേറെ ഡ്രസ്സ് മാറി കാണാറുള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് കൂടുതൽ ഡ്രസ്സ് യൂസ് ചെയ്യാറില്ല. വെള്ളം കുടഞ്ഞിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓരോ അമ്പലത്തിലും പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സ് വേണ്ടി വരും. പിന്നെ ഓൾറെഡി കൊണ്ടും പിന്നെ വേറെ എവിടേക്കും കയറാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒക്കെ ക്ഷേത്ര ദർശനം തന്നെ. പിന്നെ വണ്ടിയിലായതുകൊണ്ട് കുളിക്കും, 2-3 കുളിക്കും. ഡ്രസ്സ് കൂടുതൽ ഇതാണ് ഗായ്സ്, ഇത് ആലുവ സെറ്റ്. ഇനിയിപ്പോൾ ഞങ്ങൾ സമയം 3 മണി ആവുന്നേ ഉള്ളൂ. 2:30 നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഇനി നേരെ ദേവനെ കാണുക. തൊഴാൻ പറ്റത്തില്ല, നട തുറക്കത്തില്ല, ജസ്റ്റ് ഒന്ന് വണങ്ങിയിട്ട് നമ്മൾ വണ്ടി എടുത്ത് നേരെ ചോറ്റാനിക്കര മാക്സിമം അമ്പലങ്ങൾ കവർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എരുമയിൽ എത്താൻ നോക്കും. പേട്ട തുള്ളാൻ, കാരണം വെയിലെത്തുന്നതിന് മുന്നേ പേട്ട തുള്ളി പമ്പയിലെത്തി കഴിഞ്ഞാൽ കൂടിയും കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരുള്ളതല്ലേ, അമ്മയൊക്കെ ഉള്ളതാണ്. പതിയെ നീലിമല കയറാൻ പറ്റും. അപ്പോൾ ഒരു 10 മണി, രാത്രി 10 മണിക്കുള്ള ദർശനം കിട്ടാനാണ് ഞങ്ങൾ മാക്സിമം നോക്കുന്നത്. അതിന്റെ മുന്നേ കിട്ടിയാൽ അത്രയും സന്തോഷം. ലേറ്റ് ആവേണ്ട, ഒരു പിറ്റേത് 3 മണി വരെ പിന്നെ നിൽക്കണം. നട അടച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ അഭിഷേകം ചെയ്ത് തിരിച്ച് കയറുക. പിന്നെ എരുമയിൽ തന്നെ നമുക്ക് ടൈം എടുക്കും, കാരണം സ്പോട്ട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആവും അവിടെ. പിന്നെ വണ്ടി നേരെ പമ്പയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ 14 സീറ്റ് വണ്ടി എത്തുന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്വേഷിച്ചാലും 14 സീറ്റ് വരെ എത്തിയിട്ടുണ്ട് എന്ന്. അതും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ എന്താ സ്ഥിതി എന്ന് അറിയത്തില്ല, നോക്കട്ടെ. അപ്പോൾ സ്വാമി ശരണം. ഞങ്ങൾ ഇവിടുന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങട്ടെ ഗൈസ്. ചോറ്റാനിക്ക് എത്തുമ്പോൾ ബാക്കി വിശേഷങ്ങളാണ് വരുന്നത്. ഓക്കെ, കൂടെ കുടിക്കുമോ? അപ്പം കഴിഞ്ഞ വീഡിയോസ് എങ്ങനെയുണ്ട് അറിയാലോ. അപ്പോൾ ഓൾറെഡി വീട്ടിലെത്തിയിട്ട് അത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴാണ് എങ്ങനെ വീട്ടിലെത്തും ഒന്നും അറിയത്തില്ല. അപ്പോൾ ആ വീഡിയോൻ്റെ പിന്നാലെ തന്നെ അറിയത്തില്ല എന്തിനാ ഇങ്ങനെ സ്റ്റൈലാക്കി പറയുന്നത്? അല്ല വലിയ ഡയലോഗ് അശ്വിനെ അല്ലേ? അറിയൂലെന്നറിയണ്ടേ? അറിയത്തില്ലോ വെഞ്ഞ കളിയാക്കി എന്തോ ഡയലോഗ് അറിയൂല. അങ്ങനെ അറിയും. കയ്യാണേ കടച്ചിലെടുക്കുന്നുണ്ടോ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട്. അപ്പോൾ അമ്പലം കൂടി കാണിച്ചു തരാം ഗൈസ്. അതാ അമ്പലം. ഇതാണോ മെയിൻ നടാന്ന് അറിയൂല. അപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ മറ്റേ സൈഡിൽ നിന്ന് എടുക്കാം. ഇതാണോ നന്ദിദേവനുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്നത് മെയിൻ ശിവൻ. ഇങ്ങോട്ടാണ് ദർശനം കഥയിൽ കേൾക്കുന്നതാണ്. അപ്പം ഗൈസ് ഇതാ ഞങ്ങൾ വന്നപ്പോൾ ഒന്നും ഇവിടെ ആൾക്കാരില്ലായോ. ഇപ്പോൾ ഫുള്ള് ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഗൈസ്. ഇതാണ് നന്ദീശ്വരനുണ്ട് ശിവൻ്റെ അടുത്ത്, അതങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. എല്ലാവരും സെറ്റാക്കിയിട്ട് പുറത്തുനിന്ന് തൊഴുതിട്ട് പോവാണോ അല്ലെ ദർശനത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും. നല്ല ആലും മരമൊക്കെ കേട്ടോ, നല്ല രസമുണ്ട് ഗൈസ്. ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് സ്വാമിമാരും ഉണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ ഭാഷകളുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി പരിചയപ്പെട്ടിട്ടുണ്ട്. സെറ്റ് ഫുൾ വണ്ടികളാണ് സ്വാമികളെ, ഫുൾ വണ്ടികളാണ്. സെറ്റ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ. നാട്ടിൽ 2 എണ്ണം ഇട്ടിട്ട് നോക്കിയിരിക്കുന്നതല്ല. അമ്പലത്തിന് മുന്നിൽ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ എന്താ പറഞ്ഞത്? അമ്പലത്തിലേക്ക് പോകണ്ട സ്വാമി. രണ്ട് സ്വാമിയാണ്. നിങ്ങളെ വണ്ടി ഇങ്ങ് പോവാല്ലേ? ഇന്നലെ പോലീസുകാരായി, ഇന്നിപ്പോ ഡ്രൈവറായി. അമ്മ അമ്മ ഞങ്ങൾ കുളിക്കാൻ സമ്മതിച്ചില്ലായോ, തണുപ്പുണ്ടാവും വിചാരിച്ചിട്ട്. നല്ല ഉഷാറായി അമ്മ. സാരി മാറ്റി ചുരിദാറാക്കി.
ബസ്സിനൊക്കെ പോകുന്നു, എല്ലാരും മുന്നേ പോകുന്നു. വലിയ ഐറ്റങ്ങൾ വന്നില്ല, ചെറിയ ഓം നമ ശിവായ, ശിവഭഗവാൻ. ഇതൊരു വൈബാ ഗൈസ്. രാവിലെ കുളിച്ച് പൊലച്ച നേരത്ത് കുളിച്ച് ഗൈസ് ഉണ്ടതാ ഇവിടെയൊക്കെ കിടന്നുറങ്ങുന്നത് എന്ത് സമാധാനം, ശാന്തിയും സമാധാനം. ഞാനും അജിത്തും പോയിൻ്റെ അടുത്ത് ചിഞ്ചൊക്കെ ഇവിടെ വന്ന് കിടന്ന് ഞങ്ങൾക്ക് നല്ല സുഖം. തണുപ്പൊന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല വെള്ളത്തിലും, ചൂടുള്ള വെള്ളം. അങ്ങനെ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഭഗവാൻ ഫുൾ ആൾക്കാരാട്ടോ അമ്പലത്തിൽ. ശിവഭഗവാന്റെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ ശിവായ. ഇവിടുന്ന് യാത്ര ഇരിക്കാൻ പോകട്ടോ. ശരണം വിളിച്ചിട്ട് ഓം സ്വാമിയേ 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 ശരണയ്യപ്പ. എല്ലാവരും വണ്ടി കയറിട്ടോ. എല്ലാവരും വണ്ടി കയറുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളെ യാത്ര ശബരിമലക്ക് എല്ലാവരും കയറി. സെറ്റാണ്, ഡ്രൈവറും സെറ്റാണ്, എല്ലാവരും സെറ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കരെത്തി, അമ്മയുടെ അടുത്തെത്തി. ചോറ്റാനിക്കര അമ്മയുടെ അടുത്തെത്തി ഗൈസ്. അമ്മക്ക് എന്ത് തൊണ്ടയിൽ എന്തോ വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം വെളുത്തുള്ളി തിന്ന്, എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. സ്വാമി അവിടെ നിൽക്ക് സ്വാമി, പിന്നെ സ്വാമി നല്ല വെളിച്ചുണ്ട്. ചോറ്റാനിക്കരെത്തി. ഞാൻ പറഞ്ഞു, ഇങ്ങായിട്ട് പറയണ്ട, ഞാൻ പറഞ്ഞു. നമുക്ക് ഭയങ്കര ആഗ്രഹമില്ലേ അമ്മ അവിടെ അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുക, അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുക. ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് നല്ലൊരു സുഖമുണ്ട്. ജിത്ത് സ്വാമികൾ ആദ്യമായിട്ടാണ്, അമ്മയൊക്കെ ആദ്യമായിട്ടാണ്. ഞങ്ങളൊക്കെ എത്രയോ വർഷം വന്നിട്ടുണ്ട്. ഏകദേശം നല്ല തിരക്കാട്ടോ. അമ്മയുടെ അടുത്ത് വരിക്ക് നിൽക്കണം. എന്താ ഞങ്ങളിവിടെ കയറുക കേട്ടോ. സൗജന്യ കാപ്പിട്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് ഇതാ ഇവരെ നോക്കി നടക്കലാണ്. പിന്നെ ഇവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ കുറച്ച് ചിരിക്കലും. അങ്ങനാട്ടെ, പാതി അതന്നെ. എനിക്ക് എന്തൊക്കെ അസുഖങ്ങൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടോ പ്രായത്തിൽ, അതൊക്കെ ഉണ്ടല്ലോ. പൈസ മുഴുവൻ കൊണ്ടുപോയി വഴിപാട് കഴിപ്പിച്ചിട്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ ടൈമിന് അത് വരേണ്ടതാണ്. വരും. ദൈവം നമുക്കൊരു തുണ മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് പാതി കേട്ടില്ലേ, നാം പാതി ദൈവം പാതി. കുളം അമ്മമ്മ പറഞ്ഞത് കൊണ്ട് കുളതാ, വലിയ കുളം കേട്ടോ. കുളം ചോറ്റാനിക്കര കണ്ട് ഹാപ്പി ആയിട്ട് ഇവരെ കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഒരു സുഖമാണ്. ഇനി ഞങ്ങളിങ്ങനെ മൂപ്പിക്കുകയാണ് കഴിച്ച്. ഒരു സുഖം മൂപ്പിക്കല്ല കേട്ടോ, ഇവരുടെ ഒരു ഹരമാണ്. ഫോട്ടോ അല്ല, നമ്മൾ വീഡിയോ ഉണ്ട്, എല്ലാവരും കാണുമോ. അമ്മേനെ ഇങ്ങോട്ട് ഒരു ഹായ് പറയാം. ഇങ്ങോട്ട് നോക്കി അമ്മമ്മ. അതെ, ഈ കാവിലും കയറി ഞങ്ങളിതാ പോയിക്കൊണ്ടേ. ഇനി അടുത്ത അമ്പലം. അമ്മമ്മക്ക് ഫോട്ടോ എടുത്തില്ലാന്നുള്ള സങ്കടം. ഫോട്ടോ എടുത്തില്ലേ? വീഡിയോ തന്നെ, ഫോട്ടോ അല്ല വീഡിയോ. എത്ര ആൾക്കാർ കാണും അല്ലേ? യൂട്യൂബിലുള്ള ചെക്കന്മാര്
ഗൈസ് അങ്ങനെ നമ്മള് ഷർട്ട് ഊരി ഗൈസ്. എല്ലാ വീഡിയോസിലും നിങ്ങൾ ഷർട്ട് ഇട്ടിട്ട് തന്നെ എല്ലാ അമ്പലത്തിൽ നിന്നും ഒഴിക്കുന്നൊരു ഷോർട്ടായിട്ട് ഷോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. മീൻസ് ഞങ്ങൾ ഏതൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ടോ അവിടുത്തെ ഒക്കെ ജസ്റ്റ് ഒരു റീലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. വരുമ്പോഴേ പ്ലാൻ ചെയ്തിരുന്നു, അത് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഷർട്ട് അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. മൂത്രയ്ക്കാൻ മുട്ടുന്നുണ്ട്. നല്ല മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വല്ലാത്ത വൈബിട്ട ചോറ്റാനിക്കര നല്ല ദർശനം കിട്ടിയിട്ടാണ്. അടിപൊളിയായിട്ട് ദർശനം കിട്ടി. പിന്നെ അതിൻ്റെ ചരിത്രം ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, കല്ലിലാണ് പ്രതിഷ്ഠ. അത് പണ്ടൊക്കെ ഞാനൊക്കെ പിന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ പോയി കാട്ടിൻ്റെ ഉള്ളിൽ മൂർച്ച കൂട്ടാൻ വേണ്ടി കുട്ടികളാക്കുമ്പോൾ ചോര ഒലിക്കുന്നത്. മീൻസ് അതൊക്കെ സിനിമ മോഡൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാട്ടോ. അല്ലാണ്ട് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്മ ഒന്നും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. വാ, അപ്പോൾ അവർ ഇന്ന് വന്നു. ഇപ്പോൾ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ കടപ്പാട്ടൂരെത്തി. കടപ്പാട്ടൂരല്ല, വൈക്കം. അങ്ങോട്ട് ക്യാമറ കയറാൻ പറ്റുമോ നോക്കട്ടെ. കയറട്ടെ ഗൈസ്. ഭഗവാനേ ഗൈസ്. ഫ്രണ്ട് അവിടെയാണ് തോന്നുന്നതാ. ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അടിപൊളി അമ്പലാട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. മഞ്ഞുണ്ട് ഇല്ലേ, ചെറുങ്ങനല്ലേ. ഞങ്ങളുടെ കൂടെയുള്ള ബാക്കി സ്വാമികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കേറ കുളം ഗൈസ്. സർവാലങ്കാര വിഭൂഷിതയും സകല കലകൾ ധരിച്ചവളും വേതാള ശ്രീകണ്ഠ നിവാസിനിയുമായ ഒരു കേറിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കുപുറത്ത് നെടുമ്പുര ഞങ്ങൾ കേറിയില്ല. നാളെ തൊയ്തില്ല. ഞങ്ങൾ കയറി തൊയ്ത് വരട്ടെ. അടിപൊളി ഗൈസ്. കുടിവെള്ളം വിതരണമുണ്ട്. കുടിവെള്ളമൊക്കെ കുടിക്കണം. ആദ്യം ദേവനെ ദർശിക്കട്ടെ. നന്ദിദേവൻ ഗൈസ് ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ തൊയ്തിറങ്ങി. തൊയ്തൊക്കെ ഇറങ്ങി. തിരക്കൊന്നുമില്ല കേട്ടോ. ഹാപ്പി. വൈക്കത്തപ്പനെ നല്ല രീതിയിൽ കാണാൻ പറ്റി. പിന്നെ പ്രാർത്ഥിക്കാൻ വിഷമങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ കുറവാണ്. ശരിയാവും. അമ്മ കാര്യമായിട്ട് പ്രാർത്ഥിക്കും. ശരിയാവാതെ ഇവിടെ പോകാനല്ലേ ഗൈസ്. അയ്യപ്പൻ്റെ സന്നിധിയിൽ പോയി 2 ശരണം വിളിച്ച് അവിടെ ഒരു മനഃശാന്തി കിട്ടും ഗൈസ്. ആ ശരണം വിളിയിലുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കുടിച്ചോളൂ. വാ, വെള്ളം കുടിച്ചാളല്ലേ. അതിത്താ വാ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ഇവിടെ വെള്ളം കാപ്പിയാണോ വെള്ളമാണോ എന്നറിയില്ല. ചൂട് കാപ്പി ഇട്ടാ വൈക്കത്തപ്പൻ്റെ ചൂട് കാപ്പി. സുഭാഷ് സ്വാമികളെ പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഇങ്ങോട്ടാ നല്ല കാപ്പി ഗൈസ്. കാപ്പി കുടിക്കുമ്പോൾ ഒരു സോപ്പ് നല്ല പ്രത്യേക ഇഞ്ചി മാത്രമല്ല കറുവപ്പട്ടെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി. എന്താ ഈ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാട്ടാ. അടിപൊളി. പക്ഷേ കോപ്പിറൈറ്റ് വരത്തില്ല എന്ന് തോന്നുന്നു. നമ്മൾ കടുത്തുരുത്തി രണ്ടാമത് നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൽ. അതിപ്പോൾ ഇന്നത്തെ ദിവസം 3 ശിവൻ്റെ അമ്പലത്തിലാണ്. പിന്നെ അന്ന് ദേവിയുടെ ചോറ്റാനിക്കര. ഇനിയിപ്പോൾ അടുത്തതും ശിവൻ്റെതാണ്. അതിൻ്റെ അടുത്തതും ശിവൻ്റെതാണ്. പിന്നെ ഇനി അയ്യപ്പൻ. പിന്നെ നേരെ അയ്യപ്പൻ. ഫസ്റ്റ് നമ്മൾ വിഷ്ണു ഭഗവാന്റെ അടുത്ത് കയറി. പിന്നെ ശ്രീരാമൻ്റെ അടുത്ത് കയറി. ഒക്കെ ഒരേ ഇതന്നെ. ശരി. നല്ല ബലപ്പുള്ള കാളുണ്ടാവും. ഒരുവിധം ശിവക്ഷേത്രങ്ങളിലൊക്കെ കാളുണ്ടാവും. അമ്പലം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ സ്വാമിമാരുടെ തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട് ഗൈസ്. ഇതാ കാള വിശ്രമിക്കുകയാണ്. കയറി തോന്നിക്കട്ടെ ഗൈസ്. ഇവരൊക്കെ അന്നദാനം ഉണ്ട് കേട്ടോ. കഞ്ഞിയുണ്ട്.
ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നില്ല. കണ്ടുപിടി എവിടെ നമ്മളെ നാട്ടിൽ എവിടെ ആണല്ലേ സായി? പൊറാട്ട കടലക്കറിയും വെജ് കറിയും. രണ്ട് കടലക്ക ഒരു കടലക്കറി വെച്ച്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ലൈറ്റ് ചായ. ചെറിയൊരു ഹോട്ടലാട്ടോ. നല്ല വൃത്തിയുണ്ട് അല്ലേ? നല്ല പീസ്ഫുൾ സീലിംഗ് ഒക്കെ അടിപൊളി. കഴിച്ചാളുടെ ഗൈസ് നമ്മൾ ഏറ്റുമാനൂർ എത്തിട്ടോ ഗൈസ്. ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാട്ടോ. സ്വാമിമാരൊക്കെ ഇറങ്ങുക കേട്ടോ. നല്ല ആൾക്കാരുണ്ട്. നല്ല ഏട്ടൻ അടിപൊളിയാണ്. ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്, എത്ര വട്ടം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഇവിടുത്തെ വിളക്കുന്ന് കരി എടുത്തിട്ട് കണ്ണ് എഴുതണം ഗൈസ്. അതൊരു സുഖമാണ് അതല്ലേ? കടപ്പാട്ട് അവിടെ തന്നെ വിലയും കൂട്ടി നടന്നോളൂ. ഒരു വേഗം പാഞ്ഞെത്തും. കുളിക്കേ? ഇവിടുന്ന് കുളിക്കുന്നുണ്ടോ? അമ്മ എങ്ങനെയുണ്ട്? കാൽക്ക് വേദന ഉണ്ടോ? നമുക്ക് കാൽക്ക് വേദന ഉണ്ട്. ഈ നീര് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് സാധനം കൂടി ഇതാക്കാം. ഒന്ന് നോക്കാം. കാലം എനിക്കും വേദന ഉണ്ട് ഗൈസ്.
ഗൈസ് അങ്ങനെ നമ്മൾ ഏറ്റുമാനൂരെത്തി. ഒരു അടിപൊളി സ്ഥലമാണ്. എല്ലാ പ്ലേസും നമുക്ക് ഒന്നിനൊന്ന് മെച്ച. ശിവക്ഷേത്രത്തിന്റെ പ്രത്യേകത കവാടവും അല്ലേ. പിന്നെ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. ഈ വെയിൽ ഉണ്ടായിക്കോട്ടെ, കാരണം മഴയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ പോകാം. വെയിൽ കൊണ്ടാനും വേണ്ടിയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാവും. എല്ലാവരും മേക്കുന്നുണ്ട് സാധനം. ഇപ്പം പോയിട്ട് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ഉടുപ്പുകളൊക്കെ നോക്കിയാലേ ഗംഭീരട്ടാ. ഈ സമയത്തൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ, കാരണം സീസൺ ആണല്ലോ. സീസൺ ടൈം നല്ല തിരക്കായിരിക്കും. പൈസ നല്ലോണം ഉണ്ടാവും. ഞങ്ങൾ സാധനം ഒന്നും മേടിക്കില്ല. ശബരിമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എവിടുന്നെങ്കിലും മേടിക്കാം. പിന്നെ ഗുരുവായൂരല്ല, കടാമ്പുഴ അങ്ങനെ സ്ഥലങ്ങളിലാണ് മേടിക്കാം. പുറത്ത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഫുള്ള് കടകളാണ്. അടിപൊളി വൈബ്. ഇതാ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഫുൾ ഔട്ട് കിട്ടുമോ നോക്കാം ഗൈസ്. വരുന്ന ഫുൾ ഔട്ട് കിട്ടണം. ഇതാണ് കടപ്പാട്ടൂർ. ഗൈസ് ഇതാ എന്താ ഈ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാട്ടോ. അങ്ങനെ അതാ ഫുൾ വ്യൂവില്. കടപ്പാട്ടൂരല്ല, ഏറ്റുമാനൂർ. കടപ്പാട്ടൂർ അടുത്ത അമ്പലങ്ങളൊക്കെ ഒരേ മോഡൽ പേരുകളായതുകൊണ്ട് നമുക്ക് കിട്ടാൻ പ്രയാസമാണ് ഗൈസ്. അപ്പം ഒന്നും ശിവായ ഗൈസ് തൊയ്തിട്ട് ബാക്കി വിശേഷം അല്ലേ. അങ്ങനെ ഏറ്റുമാനൂർ വന്നു കഴിഞ്ഞാൽ വളക്കുന്ന കണ്ണ് നിങ്ങളെ കാണണ്ടേ. ഞങ്ങള് കണ്ണൊക്കെ എഴുതി. അമ്മ കണ്ണ് എഴുതാൻ എഴുതി കിട്ടി. ഞങ്ങൾ എന്ത് പറയാൻ. ഒരു തന്നില്ല ഗൈസ്. അപ്പോൾ ഇനി നേരെ ലേറ്റ് ആവുന്നില്ല, നേരെ വിടും കടപ്പാട്ടൂർ. പിന്നെ നേരെ എരുമേലി ഒന്നിനും സമയം. ഓ ഗൈസ്, ചേട്ടൻ ആ ബ്രോ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. ഫാമിലി ഫോട്ടോ എടുത്തു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വേറെ ഇറങ്ങട്ടെ. അപ്പോൾ ഞങ്ങൾ ഏറ്റുമാനൂർ ദേവനെ കണ്ടു. ഞങ്ങൾ വണ്ടിയിലേക്ക് പോവാണ്. കുറേ നേരമൊന്നും ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വിചാരിക്കും എന്താ ഇങ്ങനെ ഓരോ സ്ഥലത്ത് എത്തിയിട്ട് ഇങ്ങനെ പറയുന്നത്. കൂടുതൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല, കാരണം സ്റ്റേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നില്ല കുറച്ച് നേരം. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ എരുമേലി പേട്ട തുള്ളിയിട്ട് പമ്പയെ കയറണം. ഇന്ന് രാത്രി തന്നെ അയ്യപ്പനെ കാണണമെന്നാണ്. അമ്മ അവന് വരുന്നുണ്ട്. അമ്മ കാണാൻ തീരെ വയ്യ, കാലക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് എനിക്കും കാലക്ക് വയ്യ. അപ്പോൾ ഞങ്ങളെ വണ്ടി ഇതാ അവിടെ ഉണ്ട്. എല്ലാവരും എത്തിക്ക്. എല്ലാവരോടും ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ട്, നേരത്തെ എത്തണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ എത്തിക്ക്. ഞങ്ങൾ വേഗം വണ്ടി കയറാൻ പോകുന്നു ഗൈസ്. അതാ നമ്മളെ വണ്ടി ഗൈസ് അങ്ങനെ എരുമേലി എത്തിട്ടോ. പേട്ടത്തുള്ളുന്ന് പാർക്കിങ്ങിൽ വണ്ടി വെച്ചു. ഭയങ്കര വെയിലാട്ടോ. നേരത്തെ പറഞ്ഞു വെയിൽ സഹിക്കായിരുന്നു, പക്ഷേ വെയിലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാല് ഭയങ്കര പൊള്ളല്ലേ. എല്ലാവരും ഇതവിടെ അടിപൊളി. സ്പോട്ട് ബുക്ക് ചെയ്യണം ഗൈസ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ സ്പോട്ട് ബുക്കിംഗ് നോക്കണം. അപ്പോൾ ഇവിടെ ഉണ്ട്, എരുമേലി ഉണ്ട് എന്ന് പറഞ്ഞ സ്പോട്ട് ബുക്കിംഗ്. കണ്ണ് എഴുതിയ കണ്ട ഗൈസ്, കണ്ണൊരു തിളക്കം. ചെറിയ ക്ഷീണമുണ്ട് കേട്ടോ മുഖത്ത്. ഉറക്ക് കിട്ടുന്നില്ല, എന്താ അറിയില്ല. അയ്യപ്പനെ കാണാനുള്ള കൊതി കൊണ്ടാണോ അറിയില്ല, ഉറങ്ങാൻ തോന്നുന്നില്ല. ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ആലുവ മണത്തീരത്ത് അങ്ങനെ പുഴയിലേക്ക് നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ പോയി സ്പോട്ട് ബുക്ക് ചെയ്യട്ടെ. ഞങ്ങളുടെ കൂടെ പോരി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അമ്മൻ്റെ കാലാണ് ഞങ്ങൾ പേടി, കാരണം അത്രയും വെയിലാണ്. ഞങ്ങൾ പിന്നെ വന്ന അനുഭവം ഉണ്ട്. അമ്മ ഇവിടുന്ന് തുള്ളലൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം ഉണ്ടാവും. എരുമേലി എത്തി ഗായ്സ്. 8-5 കൊല്ലം മുന്നേ വന്നതിൻ്റെ ഒരു വൈബ്. ഇപ്പൊ തിരക്കുണ്ട് കേട്ടോ.
തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ല. മൈസൂർ ടീം വേണ്ടതുള്ളൂ. എൻ്റെ പേര് മനു. ഇവിടെ തന്നെ നാട്? ഇവിടെ തന്നെ. സ്പോട്ട് ബുക്കിംഗ് കൂടെ അല്ലേ അവിടെ വില്ലമ്പലത്തിൽ? ഓക്കെ. ആ എന്താ പേരെന്താ? സച്ചു. മനു. നമ്മൾ അറിയുന്നവരാട്ടാ. തിരുമേലിയുള്ള ധർമ്മശാസ്ത്ര അമ്പലം കേട്ടോ ഗൈസ്. നമുക്ക് സ്പോട്ട് ബുക്ക് ചെയ്യണം. എന്റെ കൈ വിട്ടോളി. അമ്മ നടക്കുന്ന ബാക്കിയുള്ളവർ മുന്നേ പോയി അമ്മനെ കൊണ്ട് അങ്ങനെ ആവും. പക്ഷെ ഇവിടെ ഒന്നും വലിയ തിരക്ക് കാണുന്നില്ല, എന്നാലും ചെറിയ തിരക്കുണ്ട്. ഇവിടെ നാട്ടോ കുളിയൊക്കെ പേട്ടത്തുള്ളി വന്നിട്ട് ഇവിടുന്ന് കുളിക്കാം. വെള്ളത്തിൽ കുളിക്കാൻ തന്നെ എന്തോ ഫുള്ളൊന്നായിട്ട് പൊടിയായിരിക്കും. കെട്ടി നിർത്തിയിട്ട വെള്ളമാണല്ലോ, വിൽക്കില്ലല്ലോ. ആ തിരുമേരി ശ്രീ ധർമ്മശാസ്ത്ര. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തി. സ്പോട്ട് ബുക്ക് ചെയ്യണം. സ്പോട്ട് ബുക്കിംഗ് ഇതാ അവിടെ ആണെന്ന് തോന്നുന്നു. തിരക്കാണെങ്കിൽ വരിക്ക് നിൽക്കണം. എനിക്ക് തോന്നുന്നത് നല്ല തിരക്കാണെന്നാ. സ്പോട്ട് ബുക്കിങ്ങുള്ള വരി കേട്ടോ ഗൈസ്. അമ്മക്ക് അവിടെ ഇരിക്കുക, അമ്മക്ക് അവിടെ തളർന്നിരിക്കുക. അത്യാവശ്യം തിരക്കുണ്ട്, കുഴപ്പമില്ല, വലിയ തിരക്കൊന്നുമില്ല. ഗൈസ് ഇവിടുന്ന് പരിചയപ്പെട്ടതല്ല, നമ്മൾ അറിയാം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കൂടുതൽ അടുത്ത് ഗൈസ്. നമ്മുടെ ഫാമിലി ഒന്നും കൂടി ഉറപ്പിച്ച് ഗൈസ്. പക്ഷെ ഞങ്ങളിവിടെ വരിക്ക് നിന്ന് അവിടെ എത്താൻ നേരത്താണ് വന്ന് പറഞ്ഞത്. കുറച്ച് നേരത്തെയാണ് ഉപകാരം. എന്തായാലും പൊളിട്ടോ ഇവരൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക്. കാരണം അത് വൈബാണ് ഗൈസ്. സംസാരിച്ചു, പരിചയപ്പെട്ടു, ഫോട്ടോ ഒക്കെ എടുത്തു, സെറ്റ്. ഗൈസ് നമ്മൾ അരവണ ഇവിടുന്ന് ഒരു 10 എണ്ണം വാങ്ങിക്കുന്നുണ്ട്. 10 എണ്ണം. അമ്മ നടന്നോ. പേട്ടത്തുള്ള പള്ളി കേട്ടോ. എന്താ പള്ളി അടിപൊളിയാണ്. അവർ പള്ളി ഗംഭീരാട്ടോ ഗൈസ്, രക്ഷയില്ല. ഗൈസ് പേട്ട എവിടെ നിന്നാട്ടോ ആരംഭിക്കാം? വെള്ളം കിട്ടുന്നുണ്ട്. എനിക്ക് നല്ലോണം വെള്ളം ദാഹിച്ചിനു. ചൂടുവെള്ളം അല്ലേ ജിയോ? ചൂടുവെള്ളം കഴിച്ചു. ആയുധമുണ്ട് കേട്ടോ, ആയുധങ്ങളൊക്കെ ഉണ്ട്. മലപ്പാറ മല എന്നാണ് ഇതെനിക്ക് തോന്നുന്നൊരു മല ആയിരുന്നു. പിന്നെ പുരോഗമനമൊക്കെ വന്നപ്പോൾ മാറിയതായിരിക്കും. അങ്ങനെയാണ് കണ്ടിട്ട്. ആ പാറയാണിത് കണ്ടിട്ട്. ഇവിടെ ഒരു ആലുണ്ട്, ആലിൻ്റെ അടുത്ത് നാഗങ്ങളെ സ്ഥാനമുണ്ട്. ഇതാ ഇവിടുന്ന് തൊയ്തിട്ട് പേട്ടയും തുള്ളിയിട്ട്, ഇവിടുന്ന് പേട്ടയും തുള്ളിയിട്ടാണ് പോവാ. അവർ പള്ളിയിൽ ഗൈസ്
നമ്മൾ വാവര് സ്വാമിയുടെ പള്ളിയിൽ കയറി. അയ്യപ്പോ ഈശ്വരിയെ അയ്യപ്പോ കളിക്ക് ആ എന്നിട്ടാ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ വെളിയിൽ നിന്ന്. കുറച്ച് പേര് നമ്മുടെ ഫാമിലിയെ പരിചയപ്പെട്ടു. എന്താ പേരെന്താ? സാധി. തിരക്കില്ലാന്ന് പറഞ്ഞു അല്ലേ? ഞങ്ങളിതാ മാവൂർ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വെറുതെ ഇല്ല അപ്പം തീരെ വയ്യ ഗൈസ്. ഞങ്ങള് ഒന്നും മോത്തം തേക്കുന്നില്ല. അതേ അടുത്തുള്ളൂ. വയ്യാത്തത് വയ്യ എന്ന് എന്താ പറഞ്ഞു എന്ന് വെച്ചാല് ഇവിടെ വന്നപ്പോ ഒരുപാട് പേര് പോലീസുകാർ നമ്മളോട് വന്ന് സംസാരിച്ചു, എടുത്തു. ഹാപ്പി ഹാപ്പി. ഞങ്ങൾക്ക് അറിയാം എന്തായാലും ഞങ്ങൾ ആരെങ്കിലും ഒക്കെ അറിയുന്നില്ലേ. അപ്പോൾ അറിഞ്ഞിട്ടും ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഇനി ഞങ്ങൾ മെല്ലനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ കളഞ്ഞുള്ളൂ അവിടെ ഉണ്ടോ? ഞാൻ അന്നേരം അമ്മനോട് അവിടുന്ന് കുടിക്കാന്നാണ്. നമുക്ക് ഇളനീര് വേണം. ഇവിടെ ഉണ്ടോ സോഡ എന്തോ ഉണ്ടോ? ഇളനീര് നമുക്ക് വേറെ അവിടെ നിന്ന് കിട്ടും നോക്കാം. ചേട്ടാ ഇളനീരുണ്ടോ? അല്ലല്ലോ ഇളനീര് ഇവിടെ ഇല്ല. എന്തെങ്കിലും കഴിക്കണം, വെള്ളം എന്തെങ്കിലും കുടിക്കണം. എന്നിട്ട് നേരെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കും. പമ്പയിലെത്തിയിട്ട് കുടിക്കും. ഗൈസ് ഞങ്ങൾ ചോറ് കഴിക്കാൻ നിർത്തി കേട്ടോ. ശബരി ഹോട്ടൽ നമ്മൾ കോഴിക്കോട്ടുകാരെ ഹോട്ടലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു. കാല് നല്ല പൊള്ളുന്നു, നല്ല പേര് സ്വാമി അപ്പാ. അപ്പോൾ ഗൈസ് ശബരി ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് മെല്ലനെ ഇവിടുന്ന് ഇറങ്ങണം. വിശക്കുന്നുണ്ട്. സമയം ഇപ്പോൾ അത്ര 12:30 കഴിഞ്ഞ്. കപ്പുണ്ട്, ചോറുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കഴിച്ചിട്ട് മെല്ലനെ ഇറങ്ങും. പോയി നോക്കുക ഫുഡ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ചോറ് ഗൈസ് നല്ല ഐറ്റംസ് ഉണ്ട്. 1, 2, 3 പച്ചടി. ഇതെന്തോണ്ട്? കടല, മമ്പയർ, അച്ചാർ. അപ്പം എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇങ്ങനത്തെ അരി ഉണ്ടോ? പിന്നെ പൊന്നി ഉണ്ടാകും. കുഴപ്പമില്ല. ചോറ് ഇരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിപ്പോൾ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാട്ടെ കേട്ടോ. കണ്ണ് നിറഞ്ഞു ഗൈസ്. ചോറ് തിന്നിട്ടല്ല കണ്ണ് നിറഞ്ഞ ഗൈസ്. ഇവിടെ വേറെ സംഭവം ഉണ്ട് ഗൈസ്. തേച്ചിട്ട് ഗൈസ് ഈ തൈലം തേച്ചിട്ട് എല്ലാരും കണ്ണ് നിറഞ്ഞു. കണ്ണിൽ കണ്ടൊക്കെ ഉണ്ട്. നല്ല സംഭവം. എൻ്റെ കണ്ണിന്ന് വെള്ളം വരും. സംഭവം കുഴപ്പമില്ല, തൈലം കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ണ് നിറഞ്ഞു ഗൈസ്. അങ്ങനെയാണ് ഗൈസ് അവസ്ഥ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് സെറ്റാണ്. അപ്പം വണ്ടിയിലേക്ക് പോവാണ്. കണ്ണ് നിറഞ്ഞിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പോൾ നല്ല ഭക്ഷണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പൊന്നിയരിയാണ് ഞങ്ങൾ കഴിച്ചത്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി ഒരു രക്ഷയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മളെ നാട്ടിൽ കിട്ടും. ഭാഷയുള്ള സൈഡൊക്കെ അടിപൊളി. ഞങ്ങളെ കണ്ണ് ഈ ചേട്ടതാ ഞങ്ങളെ കണ്ണ് നിറച്ചു. കണ്ണൊക്കെ തെളിഞ്ഞിട്ടോ. നമ്മളെ കാത്തിരിപ്പിനൊടുവിൽ പമ്പ എത്തി. തിരക്കൊന്നുമില്ല, കുറഞ്ഞ സ്വാമിമാരേ ഉള്ളൂ.
അവിടെ എത്തിയാൽ ഈ കാണുമ്പം തന്നെ തോന്നുന്നു തിരക്കില്ലാന്ന്. ഇതാ അല്ല ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന സ്വാമിമാരാ, അങ്ങോട്ട് പോകുന്ന സ്വാമിമാരെ നമ്മൾ നോക്കണ്ടി, നിലക്കന്ന് വരുന്ന സ്വാമിമാരെ നമ്മൾ നോക്കണ്ടി. പക്ഷേ കെട്ടിത്തര പോലെ ഇറങ്ങുമ്പോഴേക്ക് വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു സ്വാമി ശരണം. അങ്ങനെ ആവട്ടെ. വണ്ടി ഇവിടെ എവിടെയും വണ്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും. അവിടെ എവിടെയും സൈഡാക്കും. അയ്യപ്പൻ്റെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇവിടെ വന്നിക്കില്ലേ? ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ വന്ന്. സ്വാമി ശരണ അയ്യപ്പ, അത് ഉഷാറാക്കി. അയ്യപ്പനും പുലിപ്പുറത്ത് ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ ടോപ്പായി. ഗൈസ്, ആ പമ്പയിലെത്തിയതാ. ഇരുമുടിക്കെട്ട് അയക്കാട്ടോ. പിൻകെട്ടിലെ തേങ്ങ എടുത്ത് മാറ്റിയിട്ട് ബാക്കി നല്ല വെയിലാണ്, അത്യാവശ്യം തിരക്കുണ്ട്. ഇനി കുളിക്കണം. ഞങ്ങളെന്ത് പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി നിന്ന് കെട്ടയച്ചിട്ട് പിൻകെട്ടിലുള്ള 2 തേങ്ങ പടിക്ക് ഉടയ്ക്കാനുള്ളൂ, ഗണപതിക്ക് ഉടയ്ക്കാനുള്ളൂ മാറ്റി വെച്ചിട്ട് ബാക്കി കിട്ടും. അപ്പം അങ്ങനെ ഗൈസ്. ഹലോ ഗോയ്സ്, ഭയങ്കര ക്ഷീണിച്ചിട്ടാ. കാരണം ചെറിയൊരു വെയിലുണ്ട്. കെട്ടൊക്കെ അയച്ച് ഇനി നോക്കിയാൽ കണ്ണ് ചെയ്തിട്ട് എന്താ ലുക്കില്ലേ, ഒരു കണ്ണാപ്പി ലുക്ക് തന്നെയല്ലേ, കണ്ണാപ്പി സ്വാമികൾ ഗൈസ്. അപ്പോൾ തിരക്കില്ല, ഭയങ്കര തിരക്കൊന്നുമില്ല. ഞങ്ങൾ വേഗം അമ്മയൊക്കെ ബലിയിടാൻ പോയിട്ടുണ്ട്. കന്നിസ്വാമി ആയതുകൊണ്ട് കന്നിസ്വാമികൾ ബലിയിട്ട് കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് മുങ്ങി വന്നു കഴിഞ്ഞാൽ ഓൾറെഡി സെറ്റായി. നമ്മളൊന്ന് ബാത്റൂമിലേക്ക് വന്നാട്ടോ. ഒരു മാറ്റമൊന്നുമില്ല, ഇനി നമ്മൾ വന്നതിൻ്റെ വലിയ മാറ്റമൊന്നുമില്ല. ബാത്റൂം വലിയ മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ സന്നിധാനത്ത് എന്തെങ്കിലും മാറ്റം വന്നാലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഒന്ന് വേഗം പോയി കുളിക്കുക, ചെറിയൊരു ചായ കുടിക്കുന്നവരുണ്ട് ചായ കുടിക്കുക, നേരെ വിടുക. പാമ്പുകളൊക്കെ തീർത്തു. അതാണല്ലോ നമ്മുടെ ചരിത്രം അല്ലേ. രക്ഷയില്ല, നല്ല തണുത്ത വെള്ളം, പിന്നെ വലിയ ഒഴുക്കൊന്നും കിട്ടാം, നല്ല വെള്ളം, തെളിഞ്ഞ നല്ല നാളും. അപ്പോൾ ഗൈസ്, ആ കുളി കഴിഞ്ഞാൽ മാറ്റിക്കാണ്ട് അമ്മ കുളിച്ച് ഫ്രഷാ നേരെ കെട്ടെടുത്ത് ശബരിമലയ്ക്ക്. ഗൈസ്, ആ കെട്ട് നിറച്ച് ഞങ്ങൾ ആ സന്നിധാനത്തേക്ക് പോകാം കേട്ടോ. തലയിൽ കെട്ടൊക്കെ വെച്ച് ഇങ്ങോട്ട് പേരി സ്വാമി ശരണം. കെട്ട് നിറച്ചതാ മുന്നോട്ട് പോവാണ്. ഇനി നമ്മുടെ ലക്ഷ്യം ശബരിമല ഗൈസ്. ചിഞ്ചൂടെ മുന്നിൽ പോയി ഞാൻ അമ്മേൻ്റെ കയ്യെ കേട്ടോ. ഞങ്ങൾ ഏറ്റവും ബാക്കിൽ അങ്ങനെ കയറിയോ. ചെറിയമ്മേ, നമ്മൾ 3 ആൾ കേട്ടോ, മാറരുതേ. സ്വാമി ശരണം എല്ലാം പോവാണ് ഗൈസ്. ഞങ്ങൾ ആ ഗണപതിൻ്റെ അടുത്ത് തേങ്ങ ഉടച്ച് നിൽക്കുകയാണ്. എന്നാൽ കയറിയല്ലേ. ഞങ്ങൾ ഇവിടെ ഗണപതിൻ്റെ തേങ്ങ ഉടച്ച് നിൽക്കുകയാണ്. ഇനി കയറാനേ ഉള്ളൂ. തേങ്ങ ഉടയ്ക്കുന്നു മനസ്സിലാവും. ഇവിടെ കേട്ടോ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക. ശരണം വിളിച്ച് ഒന്നായിട്ട് എന്താ പറയുക, ഭയങ്കര ഞാൻ പിന്നെ പ്രഷറൊക്കെ കുറഞ്ഞു പോയിരുന്നു. കാരണം കുറേ 6 വർഷമൊക്കെ ആയില്ല നിർത്താണ്ടുള്ള ശരണവിളി. എല്ലാവരും ഇങ്ങനെ തന്നെ നോക്കുക, സ്വയം പൊക്കല്ല കേട്ടോ. കാരണം എനിക്ക് അത്രയും സൗണ്ടാണ്. അല്ലേ തന്നെ ഞങ്ങളെ 3 ആളെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സൗണ്ടാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, തിരക്കൊന്നും അതിനകത്ത് കാണുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാണ്. നോക്കെ അമ്മ നടന്നോളി. നോക്കെ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ പമ്പാ ബസ. ഇവിടെ എത്തി അവരെ മുന്നേ ആക്കിട്ടോ. ഞങ്ങൾ എടുത്തിട്ടോ ഓരോ 3 ആളെ 2 ആളെയും കെട്ട്. കാരണം ആവില്ല, അവരെ കൊണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ വെള്ളം കുടിച്ചതാണ്. ഞങ്ങൾ കെട്ട് തലയിലാക്കാൻ പോവാണ്. ഓലെ കൊണ്ട് ഇരുത്തിച്ചാ ഇനി മെല്ലാണ് ഞങ്ങൾ കയറാൻ പോവാം. അമ്മമാരെ ഇരുമുടിയൊക്കെ ഞങ്ങൾ തലയിലാണ്. ഓലെ കൊണ്ട് പതുക്കെ നടത്തിച്ച് ഇരുന്ന അവർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഓറ് ഇരുന്നില്ല. ഓരോ ബുദ്ധിമുട്ട് നോക്കണം. കാരണം നീലിമല കയറ്റം കൊണ്ട് കയറിയപ്പോൾ ഒറ്റ മിനിറ്റ് 2 മിനിറ്റ് ഇരുന്ന് നിങ്ങൾ പതുക്കെ നടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ ബാക്കിൽ പിടിച്ചോളൂ. തിരക്കൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ തിരക്കുള്ളത് പോലെ ഉണ്ട്. പക്ഷെ പമ്പയെന്ന് പറയുന്നത് എന്താ പറഞ്ഞേ പോലീസുകാർ? എന്താ വലിയ ഗ്യാപ്പൊന്നുമില്ല, അങ്ങനെ കയറി പോകുന്നുണ്ട്. അല്ല വൈകുന്നേരം കയറുന്നവരുണ്ടെങ്കിൽ സ്വീപ്പാ വേഗം കയറിയില്ലെങ്കിൽ അതും നോക്കണം. ഉണ്ണിയുടെ നല്ലോണം വെച്ചോളി. ഗൈസ് ഞങ്ങൾ മെല്ലെ ഇറങ്ങാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങി ഗൈസ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല.
ഒരു സൈഡിൽ വണ്ടി പോകാനുള്ള ഒരു സൈഡിൽ കല്ല് പാകിക്ക് അത്രേ ഉള്ളൂ സ്വാമി. എന്തായി ഞാനെന്നോട് സ്വാമിയോട് പറഞ്ഞില്ലേ സ്വാമി ഈശ്വരനയ്യപ്പം. ശരം കുത്തി എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ശരം കുത്തണം. അമ്മക്ക് കന്നിസ്വാമിയാണ്. ഇതാ 3 കന്നിസ്വാമികളുണ്ട്. ഇപ്പോൾ അവർക്ക് ശരം വാങ്ങാൻ ചിഞ്ചൂടം പോയി ശരം കുത്തി എത്തിയിട്ടുണ്ട്. ശരം കുത്തിയിൽ പോയിട്ട് ശരം കുത്തണം എന്നാണ്. ഇതാ ശരം ചിഞ്ചൂടം അങ്ങോട്ട് പോരി അമ്മേ. അയ്യോ ആരാ 2 കന്നിസ്വാമി? ഇതല്ലേ ഉള്ളൂ? ഇതേ ഉള്ളൂ. 2 കന്നിസ്വാമിയുടെ ഉള്ളൂ കേട്ടോ. അമ്മമ്മ ആദ്യത്തെ കൊല്ലമല്ല, കുഴപ്പമില്ല. ശരം കുത്തിയിൽ വന്ന് ശരം കുത്തി ശബരി പീഠം കേട്ടോ ഗൈസ്. ഇവിടെ ഇതവിടെ എത്തിയിട്ടുണ്ട്. ഇനി നടപ്പന്തല്ലേ എത്തി. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ ഗൈസ്. ശരം കുത്തി ഇനി ഇറങ്ങാനേ ഉള്ളൂ. കയറ്റം കഴിഞ്ഞു. കയറ്റം കഠിനം കഴിഞ്ഞു. വേറെ ഒന്നുമില്ല ബുദ്ധിമുട്ട്. തലയിൽ ഇങ്ങനെ ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വെയിറ്റിൻ്റെ പ്രശ്നമല്ല. അറിയാലോ ഞങ്ങൾ വെയിറ്റ് എടുക്കുന്നത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നമല്ല. പക്ഷേ അങ്ങനെ തലയിലൊരു ചൊറിച്ചിൽ മാത്രം. ശരം കുത്തി ഈ കൊല്ലം കുത്തിയ ശരമാണ് കേട്ടോ. കൊല്ലം കുത്തിയ ശരമാണ്. ശരം കുത്തി നാളികേരം ഉടയ്ക്കും. നല്ല തിരക്ക്. ശരം കുത്തിയിൽ തിരക്കുണ്ട്. ശബരി ഇനി വലിയ പ്രശ്നമല്ല സാർ. ശരം കുത്തിയതാ വരുന്ന കേസ്. ശരം കുത്തിയോ? കന്നിസ്വാമിയോട് ശരം കുത്തിയോ? കുത്തിയില്ലേ? കഥ സ്വാമി ഗുരുസ്വാമി പറഞ്ഞുതരും. അയ്യപ്പോ നേരത്തെ ദർശനം കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് അമ്മ എങ്ങനെയുണ്ട് കേറിയിട്ട്? ഫസ്റ്റ് കയറിയപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നിരുന്നു. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി. ഇനിയും 5-8 കൊല്ലം വരാനുള്ള ആഗ്രഹമാണ്. എന്റെ മക്കൾ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി വരാൻ. സ്വാമിയേ അയ്യപ്പ 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 അയ്യപ്പ. ഗൈസ് തിരക്കൊന്നുമില്ല കണ്ടോ. കുറച്ചങ്ങോട്ട് എത്തിയാൽ തിരക്കുണ്ടാവും പിടിച്ചിട്ടാല്. അയ്യപ്പ. ഹലോ ഗൈസ്, ഞങ്ങളിതാ നമുക്ക് സ്പെഷ്യൽ റൂട്ടിൽ കിട്ടിയിട്ടാ. കാരണം അമ്മക്ക് ഉണ്ടായത് കൊണ്ട് പോലീസുകാർക്ക് എന്താ പറയുക എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് ഒരു മനസ്സലിവ്. ഇവർക്ക് വയ്യാത്തതും കൊണ്ട് ഒരു മനസ്സലിവ് കിട്ടി. അതുകൊണ്ട് നമുക്ക് സാറുമാർ കയറ്റിട്ടോ. നമ്മളെ കൊണ്ട് നിൽക്കാനാവില്ല. തോന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. നിന്ന് കഴിഞ്ഞാൽ നീരുണ്ടാവും. തിരക്കുണ്ട്. അതിനെ കൊണ്ട് ഇങ്ങനെ കടത്തി വിട്ടു. ദൈവാനുഗ്രഹം കൊണ്ട് നിൽക്കാതെ ഇങ്ങനെ നടന്നുകൊണ്ട് സന്നിധാനം കാറിടുന്നതിനെ കൊണ്ട് ബ്ലോക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ അമ്മക്ക് നിന്നാൽ നീര് കാലുമ്മ കിട്ടും. അതൊരു ബുദ്ധിമുട്ട്. അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ഹാപ്പി. അമ്മ ഹാപ്പിയല്ലേ? സ്വാമി ശരണയ്യപ്പ. ഇപ്പൊ സൂര്യാസ്തമയത്തിൽ ഒരു സൂര്യനെ കണ്ടു. ഇതുവരെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കണ്ടില്ല. അമ്മ മുന്നിൽ പോകുന്ന ചിഞ്ചൂട്ടണതാ. കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്വാമിമാരുകൾ കയറുന്ന സ്വാമിമാർ കുറവാണ്. വലിയ തിരക്കൊന്നുമില്ല. അല്ലെ നമ്മൾ ഇതിൻ്റെ ആ ടോപ്പിൽ കൂടെ പോകേണ്ടിനും. ഭാഗ്യത്തിന് പോലീസുകാർക്ക് അലിവ് തോന്നിയത് കൊണ്ട്, പിന്നെ ഇവരുടെ അവസ്ഥ പറഞ്ഞത് കൊണ്ട്. കാരണം അവസ്ഥ എത്രയാണ്? അമ്മ 500-600 മീറ്ററോളം നമ്മൾ സന്നിധാനം പിടിച്ചിരിക്കും. ഒരു
സന്ധ്യാദീപത്തിന്റെ സമയത്ത് നമ്മൾ അയ്യപ്പനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. കാരണം അമ്മേന്റെ അവസ്ഥ ഞങ്ങൾക്ക് മാത്രമേ അറിയൂ, ആർക്കും അറിയത്തില്ല. എല്ലാവരും ചിലർ വിചാരിക്കും ഈ ശരീരം കണ്ടിട്ട് എല്ലാം ചെയ്യാനാവുന്നു. പക്ഷെ അമ്മന്റെ 3 ഡിസ്ക് കംപ്ലൈന്റ് ആണ് സാധനം. ഇതൊക്കെ ഈ ഇതിൽ കൂടെ അങ്ങ് മാറട്ടെ. ഇപ്പൊ നടുവേദന ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ കൂടെ ഒക്കെ മാറട്ടെ. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ അച്ഛനും കൂടെ ഉണ്ടാവും ഇപ്പോൾ. പിന്നെ നമ്മളെ ദേവന്മാരും. പിന്നെ അമ്മയെ ഞങ്ങൾ കൊണ്ടുപോകുന്ന ഞങ്ങൾ കൊണ്ടുപോയി. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അയ്യനും ഉണ്ട് കൂടെ. അപ്പം അങ്ങനെയാണ്. ഓലെ വിളിച്ച സന്നിധാനം എത്താനായി. സന്നിധാനം എത്തിയിട്ട് സന്നിധാനം അല്ലല്ലേ, ഇത് അയ്യപ്പന്റെ മണ്ണല്ലേ. ഇപ്പം കാണും നമ്മുടെ പൂങ്കാവനം. അയ്യപ്പന്റെ പൂങ്കാവനം കാണി. സ്വാമിയപ്പ ശരണം വിളിച്ചാട്ടോ കയറി. സത്യം പറയാം, നമ്മൾ 6 കൊല്ലായില്ലേ. 6 കൊല്ലം ഞങ്ങൾ ഇത്രയും നേരത്തെ ഞങ്ങൾ ആദ്യമായിട്ട് എത്തുന്നത്. സത്യമായിട്ടും ഇത്രയും നേരത്തെ ഞങ്ങൾ ആദ്യമായിട്ട് എത്തുന്നത്. തിരക്കില്ല. അമ്മയുടെ കൂടെ വന്നിട്ടായിരിക്കും. ഒന്നും ഞങ്ങളൊരു കുഴപ്പമില്ല കേട്ടോ, ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇനി മുന്നോട്ടും വരാതിരിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ക്ഷീണമൊന്നുമില്ല. കാരണം അമ്മക്ക് കയറുമ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്നാലും പക്ഷെ നിന്നില്ല, ഓരോന്നും ഞങ്ങൾ ഇവിടെ നിന്നില്ല. കുറച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ ഇവരെ കാല് വയ്യാതെ നമ്മൾ നോക്കണമല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഭയങ്കര ടെൻഷൻ ഉണ്ടായും. പക്ഷെ അവർ 3 ആളും മുന്നിലുണ്ട് കേട്ടോ. ഉണ്ണിയായിരുന്നു, ചെറിയമ്മയും അമ്മയും. അപ്പം ഗൈസ് സന്നിധാനത്ത് എത്തിയിട്ട് ബാക്കി കാര്യം അല്ലേ. ഓക്കെ, നടപ്പന്തല്ലേ സ്വാമി. നമ്മളിതാ സന്നിധാനത്ത് എത്തിയിട്ടോ. സ്വാമി ശരണയ്യപ്പ സന്നിധാനം അവിടെ കാണുന്നു. അയ്യപ്പ തിരക്കുണ്ടോ? ആണോ സ്വാമിയേ? നാട്ടിലുള്ളവരൊക്കെ കണ്ടു ഗൈസ്. വലിയ തിരക്കുണ്ട് തോന്നുന്നു. സന്നിധാനത്ത് എത്തി ഗൈസ്. നമ്മളെ കാത്തിരിപ്പിന്റെ നാട് കഴിഞ്ഞു. എല്ലാ സ്വാമി ഗൈസ്. ഞങ്ങളിതാ പാലത്തിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ ഗൈസ് എത്തുന്നത്. സന്നിധാനം എത്തിക്ക്. ഇനിയിപ്പോൾ എന്താവും എങ്ങനെയാവും അറിയില്ല, തിരക്കുണ്ടോയെന്ന് അറിയില്ല. അയ്യപ്പനെ കാണാനുള്ള 18-ാം പടി ഇവിടുന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. സാർ സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയപ്പ ശരണമപ്പ. വയസ്സത് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇത്രയും നാൾ അമ്മയുടെ ആഗ്രഹം, ഞങ്ങളെ ആഗ്രഹമൊക്കെ സാധിച്ചു. അയ്യപ്പനൊരു തടസ്സമില്ല, ഇതുവരെ ഒരു ബ്ലോക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ എത്തിക്ക്. ഇനി എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല. നല്ല രീതിയിൽ അയ്യപ്പനെ കണ്ടിട്ട് മടങ്ങണം. നടപ്പന്തല്ലേ എത്തിട്ടോ. അത്യാവശ്യം വരിയുണ്ട്, അത്യാവശ്യം ക്യൂ ഉണ്ട്. സന്നിധാനം എത്തിട്ടോ. 18-ാം പടിയുടെ ചുവട്ടിലാണ്. ഇനി ഇവിടുന്ന് കയറിയിട്ട് തേങ്ങ ഉടച്ച് 18-ാം പടി കയറാനേ ഉള്ളൂ. നമ്മൾ ആൾമാരൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്. ഈ 2 അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. ഇത്രയും നേരം ഒരു തിരക്കില്ലാണ്ട് വന്നതാ. കുറച്ചെങ്കിലും ഞങ്ങൾക്ക് തിരക്ക് വേണം, തിരക്ക് കൂടുവാണ്. കാരണം കഷ്ടപ്പാട് എല്ലാം അറിയണമല്ലോ, കഷ്ടപ്പാട് അറിയാനാണല്ലോ വരുന്നത്. ഉണ്ണിയേട്ടനെ ആന്നില്ല ഇരിക്കുന്നത്. അമ്മതാ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന കോവില് കൈസ്. തിരക്ക് ഞങ്ങളിവിടെ എത്തിയിട്ടോ ഗൈസ്. ഞങ്ങൾ 6 പേരാട്ടോ ഫസ്റ്റ് എത്തിയേ. അപ്പോൾ ഞങ്ങൾക്ക് അവരുണ്ടായത് കൊണ്ട് ഞങ്ങൾ എത്താൻ പറ്റി. ഞങ്ങൾ 13 പേരാണ് പോയത്. ഇതിൽ ബാക്കിയുള്ളവർ ബാക്കി 7 പേര് ഞങ്ങളുടെ പുറകിലാണ്. എൻ്റെ കണ്ടോ തലമുടി എന്തൊക്കെയോ ആയിട്ടുണ്ട്. ക്ഷീണിച്ചു അങ്ങനെ ക്ഷീണിച്ചിട്ടില്ല. കാരണം ദൈവം അനുഗ്രഹിച്ചിട്ട് വലിയ ക്ഷീണം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്ക് 6 പേർക്കും ഞങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യാതെ 18-ാം പടി വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ, പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇവിടെ തൽക്കാലം ഞങ്ങൾ താർപ്പായി വാങ്ങിയിരുന്നു. അപ്പോൾ അവരെടുത്ത ആളുകൾ ഞങ്ങളെ വിരി വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സെറ്റപ്പാണ്. ചിഞ്ചൂട്ടൻ വെള്ളം വാങ്ങി വരുന്നുണ്ട്. വെള്ളത്തിന് ദാഹിക്കുന്ന ചിഞ്ചു വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്.
ഇതൊരു വെള്ളം. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം ഞങ്ങൾ 3 മണിക്ക് 3:30ക്ക് ഞങ്ങൾ മല ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 6 മണിക്ക് ഞങ്ങൾ നേരെ 18ാം പടിയുടെ ചോട്ടിൽ കുറച്ച് അവിടെ ഒരു 3/4 മണിക്കൂർ ലേറ്റ് വന്ന് അപ്പോൾ ഒരു 7 മണിക്ക് ഞങ്ങൾക്ക് ദർശനം കിട്ടി. ഭയങ്കര ഹാപ്പി, അമ്മയും ഹാപ്പി. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ കൂടെ ഉള്ള ഒരുപാട് സ്വാമിമാർക്ക് അവർക്ക് ഇതുവരെ ദർശനം കിട്ടിയില്ല. അതിന്റെ ഒരു വിവരമില്ല. കാരണം ഞങ്ങളായിട്ട് അവസാനം കയറിയത്. പിന്നെ ഞങ്ങൾ പതുക്കനെ കയറാന്ന് പറഞ്ഞു. അപ്പോൾ അവർ നേരത്തെ കയറിയപ്പോഴോ ഞങ്ങളെക്കാളും മുന്നിൽ എത്തുന്നേ. പക്ഷേ നടപ്പന്തൽ ബ്ലോക്ക് കുടുങ്ങി. ഞങ്ങൾ പിന്നെ പറഞ്ഞല്ലോ കുറച്ച് സ്വാമിമാർ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ ഇത്ര നേരത്തെ. പിന്നെ അയ്യപ്പൻ്റെ ഒരു ഇതാണല്ലോ, ഓരോ സഹായങ്ങളും അയ്യപ്പൻ്റെ ഒരു സമയത്ത് അയ്യപ്പൻ്റെ ഒരു തുണാണ്. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്താനായി. പിന്നെന്താ ഭയങ്കര സന്തോഷം. പിന്നെ സൗണ്ട് പോയി, സൗണ്ട് പോയി. ശരണം വിളി ഉണ്ടായിരുന്നു. പിന്നെ കാലും ഭയങ്കര വേദന. ഇവിടെ ഉണ്ണിയേട്ടൻ്റെ അമ്മക്ക് അതാ ക്ഷീണിച്ചോ? അയ്യപ്പനെ കാണുമ്പോൾ ക്ഷീണമൊക്കെ മാറിയില്ലേ? അയ്യപ്പനെ നല്ലോണം കണ്ടില്ലേ? ഒരാള് കഴിച്ചോ ഉണ്ണിയേട്ടൻ. അപ്പോൾ ബാക്കി എല്ലാവരും വന്നിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഉറക്കുകയോ ബാക്കിയെല്ലാം റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. പലരും ഭക്ഷണം കഴിക്കും. ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും വന്നിട്ട് എന്തെങ്കിലും നോക്കണം. ഓക്കെ, അവരൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എല്ലാവരോടും കുടിച്ചോ? ഞങ്ങൾ കുടിച്ചോ? എന്താ എന്താ ഇല്ലേ? അത് ശബരിമലയെന്ന് ഒരാൾക്ക് നാണം. അതൊക്കെ ഫുള്ളാ. ഇവര് ഇപ്പം പറഞ്ഞു അവിടെ ഫുള്ളാ. ഇവിടെ വന്ന് ഞങ്ങൾ അറിയുന്ന പറഞ്ഞു. നിങ്ങൾ അവിടെ നിന്ന് വെള്ളം കുടിച്ച ജ്യൂസ് വേണമെങ്കിൽ എങ്ങനെയുണ്ട് ഇവിടെ? എത്ര ദിവസമായി ഇവിടെ ബ്രോ? എന്തോ ഒരു ടൈപ്പ് ഇവനെന്തോ ടൈപ്പ് ഫേസ് കാണാൻ. ഇത് പെൺകുട്ടിയൊക്കെ ഇപ്പൊ ഇത്രയും കുറവില്ല. ആൺകുട്ടിയായിട്ട് ഇവന് ഇത്രയും കുറവാ. താടി ഭയങ്കര ലുക്കാ. ഭയങ്കര ലുക്കാ. ഞങ്ങളെക്കാട്ടിലും ഇതിനെക്കാട്ടും എല്ലാരെക്കാട്ടും നീ ലുക്കാ. അതിനെന്താ ഭയങ്കര യൂട്യൂബിലിടും. നല്ല രസമുണ്ടോ? ബോറൊന്നുമില്ലടാ. ആരും പറഞ്ഞ താടി ലുക്കല്ലേ എല്ലാവർക്കും അല്ലേ? അല്ലേ ഗൈസ്, താടി ലുക്കല്ലേ? എന്നിട്ട് നിങ്ങളിവിടെ സ്ഥലത്ത് കറക്റ്റ് പറഞ്ഞു? തിരുവനന്തപുരം. രണ്ടുപേരും പേര്? ഉണ്ണിക്കുട്ടൻ. ആളുടെ അരവിന്ദ്. അടിപൊളി. എത്ര മാസമായി ഇവിടെ? 1 മാസം കഴിഞ്ഞു. നമ്മളെ നാട്ടിലുള്ള സ്വാമിമാർ ഇവിടെ എത്തി കേട്ടോ. ഇവര് കുറച്ച് പേരുണ്ട്. ശ്രീഹരിയൊക്കെ എവിടെ പോയി? ശ്രീഹരിയൊക്കെ നിങ്ങളെടാ വിരിയച്ചേ? അവര് 40 രൂപ. ഞങ്ങൾ ഓറഞ്ച് ജ്യൂസ്. ഇന്നത്തെ നായകൻ എന്താട്ടാ നമ്മുടെ. ഇവരെ കിട്ടിയിട്ടില്ല, ഇവരെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഫുള്ള് ലേറ്റ് ആവും അല്ലേ? സീരിയസ്ലി അത്ര ഉപകാരമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും. ഒരാളെയും കൂടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഓനാണെങ്കിൽ ഇത് ഒരക്കോ ഇങ്ങോട്ടാണ് ഗൈസ്. പിന്നെ അതുകൊണ്ട് തന്നെ പുൽമേട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ. ഇപ്പോൾ പോലീസുകാരുണ്ട്. ഇനി ആരെയും അങ്ങോട്ട് കടത്തി വിടില്ല. ആർക്കും ഇങ്ങോട്ടും വരാൻ പറ്റില്ല. കാരണം ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഫ്രഷ് ജ്യൂസാട്ടോ. ആ പൊളിയാട്ടാ. ഇവർ സാധനം കൊണ്ടാട്ടാ ഞങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ച്. ഗൈസ് ഞങ്ങൾ ഇവരെയും കൂട്ടിയിട്ട് നമ്മുടെ ഹരിവരാസനം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം. അത് അവരെ ഓടുന്ന കണ്ട. ഇവരാണ് ഞങ്ങളെ ഇന്നത്തെ താരം. ഇങ്ങോട്ട് വേണം ലൈറ്റായിട്ട്. ഇവിടെ റെഡി. ട്രിവാൻഡ്രത്തുള്ള മുത്തുമണികളാട്ടാ. ഇനി ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ഫാമിലി കുടുംബക്കാരായി. അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഹരിവരാസനല്ലേ അത് കേൾക്കണം. സന്നിധാനം കണ്ടുകൊണ്ട് കേൾക്കണം. പന്നി കിടക്കുന്നത്. അപ്പോൾ ഗൈസ് അതിന് പോവാണ്. ഇവര് ഭയങ്കര ചില്ലാട്ടാ. ഇവര് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ കണ്ടന്റ് ചെയ്തു. കണ്ട മുതൽ കൂടെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് അത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇവര്. ദേവസ്വങ്ങൾക്ക് അറിയാലോ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് എത്രത്തോളം അവിടെ സ്വാധീനം ഉണ്ടാവും. ആ സ്വാധീനം മാക്സിമം ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ നേടിത്തന്ന നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരും. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ്
കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ഇവർ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സംസാരം ഞങ്ങൾ ഇവരോട് ചോദിച്ചാൽ ഇവരോട് ചോദിച്ചാൽ ഞങ്ങൾ എന്താണ് ചോദിച്ചാൽ ഞങ്ങളെ കുറിച്ച് മൊത്തം അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, മൊത്തം അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ സ്വഭാവം ഒന്നും പറയരുത് നിങ്ങൾ. അത്ര അലവാഗ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആ വീഡിയോ എടുക്കട്ടെ, ബാക്കി എന്നിട്ട് അപ്ഡേഷൻ തരാം. ഒരേ മോഡൽ ഷർട്ട്, ഇത് അടിപൊളി. ഇത് അയച്ചാലോ? ഇത് ഞങ്ങൾക്ക് ഇരുന്നാ ചേഞ്ച് ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ടാൾ പോയി ഷർട്ടൊക്കെ മാറി വന്നു ഗൈസ്. ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പഞ്ചനായി, ഇവരിപ്പോൾ ഫ്രീ ആക്കി. ഞങ്ങളാ വീഡിയോ സെറ്റാക്കി കേട്ടോ ഗൈസേ. അല്ല ഗൈസ്, ഞങ്ങളാ വീഡിയോ ഒക്കെ സെറ്റായി. അപ്പോൾ ഇവർ ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നു. നമുക്ക് 18-ാം പടിൻ്റെ അടുത്തൊന്ന് പോയിട്ട് എടുക്കണേ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ കുറച്ചവിടെ എല്ലാവരും ഒയ്യൂല്ലേ? അപ്പോൾ നിങ്ങൾ കാർഡ് ഉണ്ടെങ്കിലല്ലേ? കാർഡ് കയ്യിലുണ്ടോ? നമ്മൾ ഫോട്ടോ കിട്ടിയാൽ മതി. ഞങ്ങൾ രണ്ടാൾ അവിടെ നിന്നിട്ട് 18-ാം പടീൻ്റെ ഈ ഡ്രസ്സും രസമുണ്ടല്ലോ അല്ലേ? ഏത് മോഡല്? നാടൻ തനിമ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഗൈസ്, എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഇവരെ 2 പേരുടെയും കാര്യം നോക്കി ഗൈസ്. കർപ്പൂരായിയാണ് ഗൈസ്, ചന്ദനത്തിൽ കത്തിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ സന്നിധാനത്ത് കാണാം. കുറേ പേരുണ്ട് കേട്ടോ. അവർ ഗുരുസ്വാമിയാണെന്ന് തോന്നുന്നു കൈ പിടിച്ച്. ഞങ്ങൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിഞ്ചൂട്ടൻ ചാർജർ എടുക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ ഐഫോൺ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. കയറി നോക്കട്ടെ എന്തായാലും സന്നി. ഇവിടുത്തെ ഫുഡ് നമ്മൾ വിചാരിച്ച പോലെ കാണാനൊക്കെ സ്ഥലമൊക്കെ മൊഞ്ചൊക്കെ ഉണ്ട്, നല്ല ലൈറ്റൊക്കെ ഉണ്ട്. കഴിച്ച് നോക്കിയാലും അറിയാം. ബുക്ക് ചെയ്യണോ ഇനിയിപ്പോൾ എന്താക്കണമെന്ന് അറിയില്ല, തിരക്കാണോന്നും അറിയില്ല. എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ സീറ്റ് ഉണ്ട്. കയറി നോക്കട്ടെ, കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കും. മസാല ദോശ ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ പൊറാട്ട. കഴിക്കില്ലേ? എനിക്ക് ഒന്നിന് വേണ്ടട്ടാ, ഞാൻ കഴിക്കില്ല. ബില്ലടിക്കണം ഗൈസ്, ബില്ലടിച്ചിട്ട് ഇവിടെ ഇരിക്കണം. ഓറഞ്ച് ആക്കാം, അല്ലെങ്കിൽ ഹോട്ട് വേണം, ചായ വേണം, ജ്യൂസ് ആക്കാം, അല്ലെങ്കിൽ ചായ പിടിക്കുക, ബ്രൂ കോഫി കഴിക്കുക. നിങ്ങളെന്താ ബ്രൂ കഴിക്കില്ലേ? എന്നാൽ 4 ബ്രൂ. ഇവരൊന്നും പറയുന്നില്ല ഗൈസ്, എന്താണ് ഇവർ ഇങ്ങനെ? ചെറിയ കുട്ടികളോട്ട് 4 ബ്രൂ. ഓറഞ്ച് നിനക്ക് മിസ്സായി, ഒന്ന് നമ്മൾ വട്ടം കുടിച്ചു. എനിക്ക് മിസ്സായി. ആ മതി. തിരക്കുണ്ട് കേട്ടോ ഗൈസ്. അത് കഴിച്ചിട്ട് മസാല ദോശ എങ്ങനെ കണ്ട് ചാനലാണ്. പേരെന്താ ബ്രോടെ? ഓക്കെ, ബ്രോക്ക് നമ്മൾ അറിയാന്ന് പറഞ്ഞു. വാ നമ്മൾ സീറ്റ് പോയാൽ നിങ്ങൾ സീറ്റ് എവിടെ ഇരിക്കില്ല. ഇവിടെ നമ്മൾ തന്നെ പോയി നമ്മൾ തന്നെ വരിക്കി വന്നിട്ട് മേടിക്കണം കഴിച്ചു. സെൽഫായി സെറ്റപ്പ് ഇട്ടാ. അപ്പം ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് പരിപാടി. മസാല ദോശ ഇട്ടാ എങ്ങനെയുണ്ട് മസാല ദോശ? ഞങ്ങൾ കഴിച്ചാട്ടെ ഗൈസ്. ഗൈസ് ഇതാ ഇവിടെ സന്നിധാനത്തേക്ക് പൂജക്ക് എടുക്കാനുള്ളല്ലേ അല്ലേ? സന്നിധാനത്തേക്ക് പൂജക്ക് എടുക്കാനുള്ള പൂക്കളാണ് കേട്ടോ. തെച്ചി മുല്ല, അത് മുല്ല, അത് മുല്ല, മുല്ലയും തെച്ചിക്കാണ് തെച്ചി മുല്ല. തെച്ചി അവിടെ ഉണ്ട്. മുല്ല, തെച്ചിപ്പൂ, മുല്ല,
ഫുള്ള് സെറ്റപ്പ് കേട്ടോ, പൈപ്പൊക്കെ ഇട്ട് സെറ്റാട്ടോ ഗൈസ്. ശബരി നന്ദനം പേര് തന്നെ ശബരി. ഗൈസ് കണ്ടോ, സന്നിധാനത്ത് ഭയങ്കര തിരക്കാണ്, ഫുൾ ബ്ലോക്ക്. ബ്ലോക്കിൽ ഫുൾ കൂടെ ഞങ്ങൾക്ക് ശബരിമല ഭയങ്കര തിരക്കാട്ടോ. ഇത്രയും തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴാട്ടോ തിരക്ക്. രാവിലെ 3 മണിക്കുള്ള ദർശനം ഇതിനൊക്കെ ആയിരിക്കാം. ദർശനം കഴിഞ്ഞ് നിൽക്കുന്നവരാണോന്ന് അറിയില്ല. ചിഞ്ചോടനും നമ്മുടെ ഫ്രണ്ടും ഉണ്ണിക്കുട്ടനും നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പിന്നാലെ ഒരുത്തണ്ട് ബാക്കിൽ. ഞങ്ങൾ 18-ാം പടി ലിസ്റ്റിയാക്കി പോവുകയാണ്. ഇവരെ കിട്ടി ചെയ്താലും നല്ല ഭാഗ്യം കേട്ടോ ഞങ്ങൾക്ക്. നല്ല നല്ല പിള്ളേരാട്ടോ, നല്ല സ്നേഹമുള്ള പിള്ളേർ. ഞങ്ങൾ 18-ാം പടിയിലെടുത്ത് വന്നോട്ടോ. നട അടച്ചു, പക്ഷേ ഇവിടെ മുകളിൽ വരെ എല്ലാവരും 3 മണിക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കയറ്റി അവിടെ സ്റ്റോക്ക് ചെയ്യാണ് കേട്ടോ. കണ്ടോ, ഇവിടെ വന്നിട്ട് ഇതാണ് സത്യം എന്ന് പറയുന്നത്. ഇതാണ് ഇത്രയും തീ, അത്രയും ചൂടായിട്ട് ആ മരം, ആൽമരത്തിൻ്റെ ഒരു ഇല പോലും പാടുന്നില്ല. ഇവിടെ കറക്റ്റ് മനസ്സിലാകുക, പച്ച കളറായിട്ട് കിടക്കുക ഇല. ഇത്രയും പവറായി. ചിരട്ടയുടെ ചൂടും നെയ്യും തേങ്ങയും അതെല്ലാം കൂടി മനസ്സിലായി. അത്രത്തോളം ചൂടാണ്, എന്നിട്ടും ഒന്നും ആയിട്ടില്ല. നല്ല തിരക്കാണ്. അത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നാളികേരം അടച്ച് എല്ലാവരും കഴിയും. ഭയങ്കര ഭയങ്കര പവർഫുൾ. ആയി കത്തുന്നത് 3 കത്തുന്നത്. അതിൽ തേങ്ങ ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ഫുൾ തിരക്കാണ്. ഞങ്ങളും ക്ഷീണിച്ചതാണ്. ഇതൊന്ന് കാണണം, അതിൻ്റെ അടുത്തൊന്ന് വരണമെന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 18-ാം പടീൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു. നടക്കില്ല, കാരണം ഇപ്പോഴും ആളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും വിചാരിച്ച് വന്നതാണ്. ക്ലോസ് ചെയ്തിട്ടില്ല, തിരക്കായതുകൊണ്ട് എല്ലാവരും മുകളിൽ കയറ്റി നിർത്തുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം 6 മണിക്കൂറായി കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ട പോലെ ഉണ്ട്. കണ്ട പോലെ കണ്ടെന്ന് പറഞ്ഞാൽ അത് വ്ളോഗാണ്, ആൾക്കാർ കാണുന്നത്. ആ ചേട്ടന്മാര് തുള്ളിച്ചാടങ്ങി. അതാണ് കഴിച്ചു, ഫോൺ എടുക്കാതെ കണ്ട. എടാ ഇപ്പം മൊത്തം ബഗ്ഗാണ്, ഞങ്ങളെ വീഡിയോസ് കയറത്തില്ല, കാണാറില്ല. ഇപ്പൊ ഞങ്ങളല്ലാതെ നമ്മളല്ലാതെ അറിയാം. വീഡിയോ ചെയ്യുന്നതിനെ കൊണ്ട് എല്ലാവരും അറിയും. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞതാ ഇറങ്ങാൻ പോവാണ്. പോകാൻ നോക്കുകയാണ്. ഇനി പന്തളം പുളിയൊക്കെ ഇറങ്ങിയിട്ട് ചായയൊക്കെ പുറത്ത് നോക്കിയാൽ കട്ടനുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞ് നല്ല ഒരു ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മൾ നേരിട്ട് ഇറങ്ങാണ് പന്തലേക്ക്. ബസ് മാർഗം നിലക്കൽ പോയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. പന്തളം അയ്യപ്പൻ്റെ വീട്ടിൽ പന്തളം കൊട്ടാരത്തിലേക്ക് പോകാം. അതൊന്നും അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ അടുത്ത് ചായ കുടിക്കണം, കഴിച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ സന്നിധാനത്തോട് വീട് പറയുകയാണ്. ഇനി യോഗ ഉണ്ടെങ്കിൽ വരുന്ന വർഷം അയ്യപ്പനെ കാണാൻ എത്താൻ പറ്റുമെങ്കിൽ വരാം എന്ന് പറഞ്ഞ് അയ്യപ്പനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. എന്താ ഡോളിക്കാരുണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഡോളി ഉണ്ടോ ഗൈസ്. ഡോളിക്ക് ആളുകൾ പോകുന്നു. സന്നിധാനം വരെ എത്തും.
ഗൈസ് തിരക്ക് കണ്ടു ഗൈസ്, ഇത്രയും സ്വാമിയാറാണ് ഗൈസ്. ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന സ്വാമിയാറാട്ടോ. അത്രത്തോളം തിരക്കാണ്, ഇറങ്ങാൻ തന്നെ തിരക്കാണ് ഗൈസ്. ഗൈസ് മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മക്ക് തീരെ വയ്യ, മല ഇറങ്ങാനാണ് ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് കയറുന്നതിന് അത്ര പ്രശ്നമില്ല, ഇറങ്ങുമ്പോൾ കേട്ടോ ഒരു അമ്മയ്ക്ക് മാത്രമൊന്നുമില്ല, ഞങ്ങളും ഭയങ്കര ടയേർഡായി. കയറാൻ സുഖമാണ്, കയറ്റം കയറാൻ, പക്ഷേ ഇറങ്ങാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കയറ്റം കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, നമുക്ക് ക്ഷീണം. പക്ഷേ ഇത് നമ്മുടെ ശരീരം ഫുൾ ബോഡി നമ്മളെ കാൽമ താങ്ങണം. ഒരു ഇറങ്ങുമ്പോൾ കയറുമ്പോൾ പ്രശ്നമില്ല. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആനയൊക്കെ ഇറങ്ങാൻ പറ്റത്തില്ല, കയറ്റം കയറാം. അതുകൊണ്ട് ഫുൾ ബോഡി നമുക്ക് താങ്ങാൻ പറ്റില്ല, അതുപോലുള്ള ഇറക്കാണ്. ഇനിയുണ്ട് 7 വളവും കൂടി, 7 വളവ് എത്തിയിട്ടേ ഉള്ളൂ. അമ്പൂട്ടനുണ്ട് മറ്റേ ബാഗൊക്കെ തലയിൽ വെച്ച് ഉണ്ണിയാട്ടെ. ഞങ്ങൾ 4 ആൾ മാത്രം, ഞങ്ങൾ 13 പേരിൽ 4 ആൾ മാത്രം ഇപ്പം ബാക്കിലാണ്, ബാക്കിയുള്ളവരൊക്കെ മുന്നിൽ പോയി. ഇനിയിപ്പം നിലയ്ക്കലേക്ക് ബസ് പോയി, KSRTC ബസ് കയറിയിട്ട് അവിടെ പോയിട്ട് വേണം നമ്മളെ വണ്ടി കയറാൻ. എന്നിട്ട് നമ്മൾ പന്തളം ഗൈസ് ഡോളി. ഇവരൊക്കെ കഷ്ടപ്പാടെന്ന് ആലോചിച്ചു നോക്കി ഗൈസ്, എത്ര കഷ്ടപ്പെടുന്നു. വെറും 3600 രൂപയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ. അതിനാണ് ഇത്രയും കിലോമീറ്റർ ഓടിച്ച് 4 പേരും കൂടി ചുമക്കുന്നത്. ആലോചിക്കുക എത്ര കഷ്ടപ്പാടില്ലേ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ അവസ്ഥ എന്ന് പറയുന്നത്. പൈസ ഉണ്ടായിട്ടല്ല, എങ്ങനെയൊരു ട്രോളിൽ പോകാൻ ഓരോ ചുമക്കണ്ടെന്ന് വിചാരിച്ചാൽ കണ്ടിലെന്തോ ആയിട്ടാ സങ്കടമായിട്ടാ. ഇങ്ങോട്ടൊന്നോ മാക്സിമം എല്ലാ സമയമാരും ഇവർക്കുള്ള വഴി കൊടുക്കുക. നമ്മളെക്കാട്ടിൽ എത്രയോ കഷ്ടപ്പെടും. ഡോളിയല്ലേ ഇതിലോട് പോയിക്കൂടെ, ഇതിലോട് ഇങ്ങോട്ട് പോയാൽ പോരെ. ഞാൻ ഇവിടെ ഡോളി വരുന്നില്ലേ. പിടിക്കൂ ഗൈസ്, പിടിച്ചോളെ. ആ നിങ്ങൾ പിടിച്ചോളെ. വേണ്ട അമ്മ ഞങ്ങൾ പിടിക്കുന്നേക്കാണ് നല്ല പതുക്കനാ. അമ്പോട്ടൻ്റെ കോലമൊക്കെ നോക്കാൻ പോ. വാ സന്നിധാനക്കാർ അല്ലാണ്ട് സൂപ്പറായിട്ട് കുറിയും തൊട്ട് നിന്നായിട്ട് വരാനാവില്ല. മുഖം നന്നായിട്ട് ക്ഷീണിച്ചായിരിക്കും വരാൻ. കളിയാക്കണ്ടേ വേണ്ടേ നെഞ്ച കോലം കാണിച്ചിട്ട് അതേ അവസ്ഥ. എന്നേട്ടാ വാ കുറച്ച് എത്ര ഇളനീകൾ അങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ നമ്മൾ പമ്പയിലെത്തി ഗൈസ്. നമ്മൾ താഴോട്ട് അങ്ങനെ നടന്നു പോകും. നല്ല തിരക്കാട്ടോ, ഇന്ന് നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ 26-ാം തീയതി നട അടച്ച് 4 ദിവസത്തേക്ക് നട അടയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെതായ തിരക്കുണ്ടാവും ഇന്നും നാളെയൊക്കെ. പിന്നെ എക്സാമും കഴിഞ്ഞുള്ള കുട്ടികളും ഫാമിലീസൊക്കെ വരുന്ന ടൈമാണ്. നല്ല തിരക്കുണ്ട് ഗൈസ്. ഇതാ അയ്യപ്പനും പുലിപ്പുറത്ത് നിൽക്കുന്ന അയ്യപ്പൻ പമ്പയിൽ. ഇതാ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഇവിടെ നിർമ്മിച്ചിട്ട് കുറച്ചായിട്ടേ ഉണ്ടാവും, കാരണം 2-3 കൊല്ലം മുന്നേ ആയിരിക്കും. ഞങ്ങൾ ആദ്യം വരുന്ന സമയത്തൊന്നും വിടില്ല, 8 കൊല്ലം മുന്നൊന്നും വിടില്ല, അല്ല 4-5 കൊല്ലം മുന്നല്ല ഇവിടെ. എന്തായാലും സെറ്റപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര തിരക്കാട്ടോ. ഞങ്ങൾ KSRTC സ്റ്റാൻഡിലേക്ക് പോകണം, ഭയങ്കര തിരക്കാണ്. ഭയങ്കരമായ തിരക്കാണ് ഗൈസ്. നമ്മൾ KSRTCയിലാട്ടോ പോകുന്നത്, നിലക്കൽ പോകണം. നമ്മുടെ വണ്ടി അവിടെ ഉള്ളത്. അപ്പോൾ KSRTCയിൽ ആനവണ്ടിയിലാട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമ്മുടെ വണ്ടി കയറാൻ. തിരക്കൊന്നുമില്ല, വണ്ടി കണ്ടമാനുണ്ട്, എല്ലാവർക്കും ഇരുന്ന് പോകാം. നമ്മൾ നിലക്കലെത്തിട്ടോ. അങ്ങനെ ഓടി വരുന്ന ബസ്സിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി വരിക. ഇവിടെ കേട്ടോ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യുന്ന സ്ഥലം.
നമ്മളെ വണ്ടി അങ്ങോട്ടാണ് പാർക്ക് ചെയ്തത് 15 ഇറങ്ങാം ഗൈസ്. ഗൈസ് ഞങ്ങളുടെ വണ്ടിയിൽ കയറിയതാ. ഇനി പന്തളത്തേക്കുള്ള യാത്ര കേട്ടോ ഗൈസ്. വണ്ടി കയറിയപ്പോൾ സമാധാനം. നിലക്കല കേട്ടോ ഉള്ള നിലക്കെന്ന് പോയിക്കൊണ്ട് കാണാം. നല്ല തിരക്കാണ് നിലക്കലൊക്കെ വണ്ടി. ഞങ്ങളിപ്പോൾ പന്തളം പോകുന്ന റൂട്ടിലാട്ടോ. ഫുഡ് കഴിക്കാൻ നിർത്തിയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു കുളിയൊക്കെ കുടിച്ചു. അതുകൊണ്ട് താഴെ പോയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്ന വഴിക്കൊക്കെ മലക്ക് വരുമ്പോൾ ഇവിടെ ആയിരുന്നു നിർത്താറ്. പക്ഷേ നല്ലോണം വെള്ളമുണ്ട് ഈ പ്രാവശ്യം. അല്ലാതെ നല്ല സുഖമായിരുന്നു. വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഈ പ്രാവശ്യം നല്ല വെള്ളമുണ്ട്. കുളിച്ചു. ഞാനും അവനും കുളിച്ചു. ബാക്കി ആരും കുളിച്ചില്ല. ഞങ്ങൾ കുളിക്കാതെ ശരിയാവില്ല. എന്നാലും നിങ്ങൾ കണ്ടില്ല. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ആരും ക്ഷീണിച്ചിരുന്നു. ഇപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് മുഖത്ത് ചെറിയൊരു തിളക്കം വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇനി എന്തെങ്കിലും കഴിക്കണം. കഴിക്കാൻ പോവാം. കഴിച്ചിട്ട് ബാക്കി നേരെ പന്തളം. അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഒരു ബ്രോനെ കാണാനുണ്ട്. നിനു ബ്രോനെ. അവനെ കണ്ടിട്ട് അവനോട് ഹായ് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. ഇപ്പം ഫുഡ് കഴിച്ചിട്ട് വരാം. പല്ലിപ്പിളാട്ടോ തേച്ചേ മര്യാദയ്ക്ക്. അപ്പോൾ ഗൈസ് എന്തെങ്കിലും കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് പന്തളത്ത് എത്തിയിട്ട് അതിൻ്റെ അടുത്ത് ഒരു തുളി ഫുഡ് അടിച്ച് ഭയങ്കര ക്ഷീണമുണ്ടാവും. ഇറങ്ങിയപ്പോൾ തന്നെ ചെറുങ്ങനെ ഉറക്കം വന്നിരുന്നു. പക്ഷേ ഞാൻ ഉറങ്ങിയില്ല. ഇവൻ ഉറങ്ങി. നോക്കുമ്പോഴേക്ക് പന്തളെത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. അടിപൊളി. ചെറിയൊരു എന്താ പറയുക ഉണ്ണി ഉറക്കാം. ഉണ്ണുറക്കം ഇറങ്ങി. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അമ്മയൊക്കെ ഉള്ളിൽ ഓടിയ അമ്മയെ കാണുന്ന ഓടി. അമ്മ ഇത് ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് ഓടി. ഞങ്ങളങ്ങനെ വല്ലതാ അവിടെ കുളിക്കടവുണ്ട് കേട്ടോ. പോയാണേ പന്തളത്തുള്ള ഗമ്മോ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അമ്മോ നല്ല ഒഴുക്കുണ്ട് ഗൈസ്. ആ തട വെട്ടിയിട്ട് ഒഴുക്ക് തന്നെയല്ല അത്. ഒഴുക്കല്ലാന്ന് പറഞ്ഞ അത് ഒഴുക്കല്ലാണ്ടാ നെറ്റ് ഇട്ടതാ ഗൈസ്. ഇവിടെ കുളിക്കാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു തോണിയുണ്ട് ഇവിടെ. നല്ല വൈബ് ഗൈസ്. കുളിക്കുന്ന ഞങ്ങളിപ്പോൾ കൊട്ടാരത്തിലൊന്ന് കയറണം. കയറിയിട്ടില്ല. കൊട്ടാരം ഇതല്ല. ഇത് കൊട്ടാരം. ഇതാണ് കൊട്ടാരം ഇതല്ല. സാധാരണ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. നോക്കട്ടെ എൻ്റെ മേടിക്കാൻ പറ്റെങ്കിലും മേടിക്കട്ടെ. ആർക്കും മേടിക്കാനൊന്നുമില്ല. എന്നാലും വെറുതെ മേടിക്കാമല്ലോ. ഉണ്ട് ഗൈസ്. അമ്മേൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ടിനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് പോകും. പോലീസുകാരൊക്കെ ഉണ്ട് ഗൈസ്. പന്തളം കൊട്ടാരം തിരുവാഭരണ വീടാണ്. പക്ഷേ ക്യാമറ അലൗഡ് അല്ല. നമ്മൾ കയറുന്നില്ല. അപ്പോൾ അത് കാണി ഇവിടെ വന്നിട്ട് തന്നെ കാണാം കേട്ടോ. ഞങ്ങളെന്തായാലും കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാം. നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ പുറത്തുനിന്ന് കാണാൻ ഘോഷയാത്രേൻ്റെ ഫോട്ടോസാണ്. കാര്യങ്ങളാട്ടത്. പിന്നെ ശബരിമല തിരുവാഭരണ ഘോഷയാത്ര ഐതിഹ്യവും വൈകവും. ആദ്യം തന്നെ കുളനട ഭഗവതിക്ഷേത്രം കഴിഞ്ഞ് ഉള്ളന്നൂർ ദേവീക്ഷേത്രം, പിന്നെ കുറിനായപ്പള്ളി ദേവീക്ഷേത്രം, പിന്നെ പാപ്പടിമൺ അയ്യപ്പക്ഷേത്രം, അയ്യൂർ പുതിയകാവ് ദേവീക്ഷേത്രം, തിരുവാഭരണപ്പാറ അവിടെ ഉണ്ട്. 2-ാം ദിവസം കേട്ടോ. ഇടക്കുളം അയ്യപ്പക്ഷേത്രം, വടക്ഷിക്കൽ ചെറുകാവ് ദേവീക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം, കൊട്ടയത്ത് ശ്രീ രാജരാജേശ്വരി മണ്ഡപം. ആ മണ്ഡപം. പിന്നെ വനം വകുപ്പ് ശാസ്ത്രം, പിന്നെ ശബരിമല. അവിടൊക്കെ ഇറക്കി വെക്കും അല്ലേ? എന്നിട്ടാണ് ശബരിമലയിലേക്ക്
ഇവിടെ ഒരു പ്രതിമ ഉണ്ട്, രാജാവിൻ്റെയും അയ്യപ്പൻ്റെ രാജ്ഞിയുടെ ഒക്കെ. ഇവിടെ വന്നപ്പോൾ ഒരായി പറയാം, വ്ളോഗ് ചെയ്യുന്നുണ്ട്. എവിടെ സ്ഥലം ബ്രോ? എവിടെ സ്ഥലം? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നമ്മൾ വരാറുണ്ടല്ലേ, വർഷത്തിൽ വരുന്ന ഭരണിക്ക്. എന്നിട്ട് കയറിയോ ശബരിമല? ഇറങ്ങ എന്തോ തിരക്ക് കുടുങ്ങിയില്ലല്ലോ? നിങ്ങൾക്ക് വലിയ തിരക്ക് കുടുങ്ങിയിട്ടൊന്നുമില്ലല്ലോ? ആ, ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും കുടുങ്ങിയില്ല. എന്നാ കാണാം. പന്തളം കൊട്ടാരം തിരുവാഭരണം. ആടെ ഇവിടെ വേറെ ആ ഇവിടുത്തെ ആരാണോ പക്ഷെ ബോട്ടിൽ വ്യത്യാസമുണ്ട്. ഫുള്ള് കടകളാണ് ഗൈസ്. കൊട്ടാരം ഗൈസ്. കൊട്ടാരം കയറി. പിന്നെ അതാണ് തന്നെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലാണ്. കൊട്ടാരം കയറി. പിന്നെ കൊട്ടാരത്തിൽ ഇവിടെ ഇതല്ല ശരിക്കുള്ള കൊട്ടാരം, വേറെ എവിടെയാണെന്ന് പറഞ്ഞു. ഇവിടെ ഉള്ള മറ്റേ ചേച്ചി മീൻസ് അമ്മയുടെ ഫ്രണ്ട് ചേച്ചി പറഞ്ഞു. അമ്മയുടെ കൂടെ 10ാം ക്ലാസ് പഠിച്ച ചേച്ചിയുടെ നാടാണിത്. ചേച്ചി അമ്മനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ കൂടുതൽ ശരി പറയുന്നത്? സത്യം പറഞ്ഞാൽ ഉറക്ക ക്ഷീണമുണ്ട്. മോൻ കയ്യിലും കാര്യം നല്ല ക്ഷീണമുണ്ട് ഗൈസ്. എനിക്കൊരു ക്ഷീണമില്ല, ചുമ്മാ നടന്ന് എന്തെങ്കിലും കൂളായി തണുത്ത വെള്ളം എന്തെങ്കിലും കുടിക്കാം. ചേട്ടാ തണുത്ത വെള്ളം തണുത്ത വെള്ളം പേരെന്താ? വീടാണ് നാട് വീട്. ഞങ്ങൾ കുറെ ഒരു 10-20 കിലോമീറ്റർ ഓടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നത് ഗൈസ്. നല്ലോണം വിശക്കും. 20 കിലോമീറ്റർ ഒന്നുമല്ല, 100 കിലോമീറ്റർ. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുത്തിന് എടുത്തൊക്കെ അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാട്ടെ. മൂവാറ്റുപോയട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഹോട്ടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെജൊന്നും കിട്ടത്തില്ല. ഇവിടെ വെജിൻ്റെ ഹോട്ടൽ മാത്രമായിട്ട് കിട്ടില്ല കേട്ടോ. ഇത് നോൺ വെജാണ്. അപ്പോൾ കൂടുതലും നോൺ വെജായിരിക്കും. അതുകൊണ്ട് ഇവിടെ വെജിന് തന്നെ ഉണ്ടാവില്ല. കുറേ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു. നീ ചോദിച്ചു ഭക്ഷണം ഇരുന്നാലും കഴിച്ചാൽ മതിയോ? അയ്യപ്പൻ പറഞ്ഞില്ല, ഇറച്ചത് കിട്ടുന്നത് തന്നെ തോന്നാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. നല്ല തിരക്കാട്ടോ, അത്യാവശ്യം നല്ല ഫുഡാട്ടോ. കുറച്ച് ക്യാഷ് കുറച്ച് കൂടുതലാവുമെന്ന് വെച്ചാൽ നോർമലി റേറ്റ് അല്ല. പിന്നെ ഒന്നായിട്ട് ക്ഷീണിച്ചില്ല മുഖം ഒന്നായിട്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? കാടാമ്പോയ പോയിട്ട് വേണം നമുക്ക് മാല വരാൻ. ഇതാ അശ്വിന്താ പറഞ്ഞല്ലോ, ഏതോ കുട്ടീനെ മാല ഇട്ടിട്ട് നോക്കണമെന്ന് അതിനോട് പേര് വെച്ച് വയറ് നിറഞ്ഞു. ഇപ്പോൾ ആണെങ്കിൽ വയറ് നിറഞ്ഞ മാത്രമൊന്നുമല്ല, വേറെ എന്തൊക്കെ ഒരു തയ്യാറാറ് വയറ് ഓവർ താമസിച്ചിട്ടായി. ഞങ്ങൾ കഴിച്ചത് പൊറാട്ടയും പനീറും. പിന്നെ അടിപൊളി എല്ലാവരും വണ്ടി കയറാനുള്ള തിരക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കാടാമ്പോയ ആണ്. അവിടെ പോയിട്ട് മാല അയക്കാം, വീട്ടിൽ പോവാം, കിടന്നുറങ്ങാം. അപ്പം പോവല്ലേ ഗൈസ്? അപ്പോൾ ഞങ്ങൾ കാടാമ്പോയ എത്തി. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ മാല ഊരാണ്. അടുത്ത വർഷം ഇടാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാല ഊരുക. അടുത്ത വർഷം അയ്യപ്പനെ കാണാൻ പറ്റട്ടെ. അപ്പോൾ മാല ഊരുന്ന സമയം ഒരു 4 മണി കേട്ടോ. 4 പറഞ്ഞ് ഞങ്ങൾ ഒരു 2.5 മണിക്കൂറിൻ്റെ മുന്നേ എത്തി. ഇനി ഡയറക്റ്റ് വീട്. അപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വേഗം പോയി ഊരിക്കോ. ഞങ്ങൾ പിന്നെ 2 പേരും ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരും. അവർ ദർശനത്തിന് നിൽക്കുന്നുണ്ടോ അറിയില്ല.
ഗൈസ് ഞാൻ അങ്ങനെ മാല ഊരി കേട്ടോ, കാടാൻ പോയിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ആ മാലൊക്കെ അയച്ച് പോരാണ്. ഞങ്ങൾ ഗുരുസ്വാമി സ്വാമി ഞങ്ങള് വേറൊരു മാല കഴുത്തിലെടുത്തിട്ട് കയറ്റില്ലാണ്ട് മല കഴുത്തിൽ നിങ്ങൾ കിട്ടോ, മല കഴുത്തില്ല എന്തോ പോലെ. അപ്പോൾ എന്തായാലും മാല പിന്നെ സ്വർണ്ണം മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അതുകൊണ്ട് ഗോൾഡൊക്കെ വീട്ടിൽ വെച്ചോ, സ്വയം പോയി എടുത്തിടണം. എനിക്ക് മാല കിട്ടണം, എനിക്കൊരു മാല കിട്ടണം, ഇവിടുന്ന് വേണം. അപ്പോൾ ഇങ്ങോട്ട് പോയിക്കല്ലേ, അങ്ങോട്ട് പോയി അത് എന്തെങ്കിലും കുടിക്കാനുണ്ടോ നോക്കട്ടെ ഗൈസ്. വഴിപാട് കണ്ടോ ഇതാടാ അങ്ങോട്ട് പുറത്തുനിന്ന് കഴിക്കാം, പുറത്തുനിന്ന് കഴിച്ചാൽ പോരെ. നോക്കാം ഗൈസ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല, നേരെ റൂമിലെ അല്ലേ. പിന്നെ വീട്ടിലെത്തിയിട്ടോ ഡ്രസ്സൊക്കെ അങ്ങോട്ട് വാരിയിടുകയാണ്. ഇനി ഇതൊക്കെ അലക്കണം. അമ്മ എന്തൊക്കെയോ മാലേ എന്തൊക്കെയോ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉണ്ടാവും മാല, ചരട്, വെറുതെ ചുമ്മാ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. എന്ത് വെള്ളത്തിലിടാനോ? അവിടെ നിന്ന് വാങ്ങി എന്തിനാ? ആണോ ആണോ ഗൈസ്. ഇനി ഇതൊക്കെ നലക്കണം. അരവണൻ്റെ കെട്ടാക്കി നാളെ മുതൽ എന്തെങ്കിലും കഞ്ഞി വെച്ച് കുടിക്കാൻ എന്തോ പൈസ ഉണ്ടോ നോക്കി. പൈസ അരവണ പൊട്ടിയില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ എന്താ പോയി അലക്കട്ടെ. അലക്കല്ല, സോപ്പും പൊടിയിൽ ഇട്ടേക്കട്ടെ. അമ്മേ 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 എങ്ങനെ ഉണ്ടായി ശബരിമല യാത്ര? പറ. സുന്ദരം സുഗമം. എന്ത് സുഗമോ? ദർശന ഭാഗ്യം. അയ്യപ്പനെ കണ്ടിട്ട്, അയ്യപ്പൻ ഒരു കുഞ്ഞയ്യപ്പന. ആ കുഞ്ഞയ്യപ്പൻ എന്നാലും ചെറിയൊരു അയ്യപ്പൻ, പക്ഷെ വിഗ്രഹം ഒന്നും ഇപ്പൊ ഓർമ്മയില്ല. അന്നേരം കാണുമ്പോ നല്ല എവിടെയെങ്കിലും എന്തെങ്കിലും കുഴക്കുണ്ടായോ? കൊഴക്കുണ്ടായിരുന്നു. 18-ാം പടി അല്ല 18-ാം പടി കയറുമ്പോ ഒരു അണ്ണൻ വന്നിന്റെ മേല് വീണു. ഇത് നല്ല വേറെ ബുദ്ധിമുട്ടില്ലല്ലോ, ഹാപ്പി ആയില്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങളെ യാത്രകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അപ്പം മലക്കൊക്കെ പോയി ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ പന്തളത്ത് വന്നപ്പോൾ എവിടെ പോയാലും എരുമയിലായാലും പോലീസുകാരായാലും അവിടെ വർക്കുന്ന ദേവസ്വത്തിലായാലും ഒരുപാട് നമ്മളെ ട്രിവാൻഡ്രത്തുള്ള പിള്ളേരാണ്. ഒരു രക്ഷയില്ല. ഉണ്ണിക്കുട്ടനും പിന്നെ അവന്റെ പേര് മറന്നു, ഉണ്ണിക്കുട്ടനെ അരവിന്ദു ഓക്കെ ഒരു രക്ഷയില്ല. അവര് ഭയങ്കര കാരണം ഞങ്ങൾ അവിടെ ഇങ്ങനെ വിരിയിട്ട് ഞങ്ങൾ 6 മണിക്ക് ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. 6 മണിക്ക് ഞങ്ങൾ വിരിയിട്ടപ്പം അവരിങ്ങനെ നടന്നു പോവുക, ജോലിയും കഴിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് ഞങ്ങളെ കണ്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ ഒരു 1/4 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോഴാണ് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല വേറെ ഉണ്ട്, അവർ എവിടെ ഉള്ളതെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ കുറേ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ റേഞ്ചിന് പ്രോബ്ലം ആയോ. അപ്പോൾ അവർ മരക്കൂട്ടൊക്കെ എത്തിയ സമയത്താണ് തോന്നുന്നു റേഞ്ച് കിട്ടി. അപ്പോൾ അപ്പോൾ ഇവർ പറഞ്ഞു വാ നമുക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാം. കാരണം ഇവരെ ബേസിൽ ദിവസത്തിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരുണ്ടെങ്കിൽ അങ്ങനെ അവരെ പിക്ക് ചെയ്തു. നേരെ 18-ാം പടിയുടെ ചോട്ടിൽ അവർ പറഞ്ഞ് ഇതാക്കി കയറി. ഞങ്ങൾ 7 ആൾക്കാരാ. അങ്ങനെ അവർ എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സന്നിധാനത്ത് അവരും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ അവർ കാണിച്ചു തന്നു. ഞങ്ങൾ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എന്താ പറയുക, ഒരു സാധാരണക്കാരന് പോയിട്ട് അങ്ങനെ നോക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നുള്ള സ്ഥലങ്ങളിൽ അവർ എന്താണെന്നൊക്കെ അവർ കാണിച്ചു തരാൻ. അതായത് ചിലരിപ്പം പറയണ്ടാവും, പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് നേടി തന്നത് നിങ്ങളാണ് ഗൈസ്. കാരണം ഞങ്ങൾ ഈ വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ റിലേറ്റീവ്സ് ആരും ഇവരൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇവർ ഞങ്ങളെ വ്ളോഗ് തന്നെ ഇത് എടുത്തു തരുമ്പോൾ നിങ്ങളെ വ്ളോഗ് നിങ്ങൾ ഫോൺ ക്യാമറയും കൊണ്ടിച്ച് ഞങ്ങളിങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയാൻ ഒരു തുടങ്ങി. പക്ഷെ ആ തുടങ്ങൽ അവർക്ക് ഉപകാരമായിട്ടുണ്ട് ഗൈസ്, അത്രേ ഉള്ളൂ. അവർ ഞങ്ങളതാക്കിയ അവർക്ക് ഉപകാരമായിരുന്നു. അവർക്ക് മണിക്കൂറോളം വരിക്കേണ്ടി വന്നിട്ടില്ല. അതൊക്കെ നേടി തന്നത് നിങ്ങളാണ് ഗൈസ്. നിങ്ങൾ തരുന്ന സ്നേഹം അവിടെ നിന്ന് തന്നെ ആയാലും പോലീസ് ഒരിക്കലും ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ട്
ഇതാക്കിയിട്ടല്ല, പക്ഷെ അവര് ഞങ്ങളോട് കാണിച്ച സ്നേഹം നമുക്ക് വേണ്ടാന്ന് വെക്കാൻ തോന്നിയില്ല. അവര് കാണിച്ച സ്നേഹം അത് ഞങ്ങൾക്കല്ല യൂസ് ആയത്, ഞങ്ങളുടെ കൂടെ വന്നവർക്ക് ഞങ്ങൾക്ക് യൂസ് ആയിട്ടില്ല. ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരെ ഞങ്ങൾ വരിക്ക് നിന്ന് ഞങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങള് ബ്ലോക്ക് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് 1 മണിക്കൂർ ഞങ്ങൾ നിന്ന് വരിക്ക് നിന്ന് 18ാം പടി കയറിയത്. പക്ഷെ ഞങ്ങൾ വന്നത് നടന്നു വരുന്നവരെ 18ാം പടി എടുത്ത് വരെ ഞങ്ങൾ ബ്ലോക്ക് ഇല്ലായിരുന്നു. ബ്ലോക്ക് ഇല്ലാതെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്കാണ് ബ്ലോക്ക് കുടുങ്ങിയത്. അപ്പം ബ്ലോക്ക് എന്തായാലും തിരക്കുണ്ട്. ഞങ്ങളെ മാല മാറ്റി മോഡലാക്കി മോഡൽ ജസ്റ്റ് ഒരു ഫാൻസി ടൈപ്പ് എടുത്താട്ടാ, കുറെ കാലമായി ഇതിട്ടിട്ട്. അപ്പം കൂടെ കൂടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗോയ്സ്, താങ്ക് യു. അപ്പോൾ വേറെ സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഇനി അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്നലെ ഞങ്ങൾ ശബരിമലയ്ക്ക് കണ്ട് വന്നപ്പോഴാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ നല്ല വാച്ചവറൊക്കെ നിങ്ങൾ തന്നത് കൊണ്ട് ഇതാക്കാം. ഇനിയും നിങ്ങൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് കൂടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കൂടെ കൂടിക്കുക. ലവ് യു.